നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ വരുന്നത് നമുക്ക് ഫസ്റ്റ് IC എൻജിൻസ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് IC എൻജിൻ അല്ലേ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും IC എൻജിൻ. അതായത് IC എൻജിൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഫോം എന്താണ്? I ഫോർ ഇൻറ്റേർണൽ ആണ്. ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻ. ഇൻറ്റേർണൽ കമ്പഷൻ എൻജിനാണ് നമ്മൾ IC എൻജിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ EC എൻജിൻ ഉണ്ട്. ഓക്കെ, EC എൻജിൻ ഉണ്ട്. EC എൻജിൻ എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ കമ്പഷൻ എൻജിനാണ്. എക്സ്റ്റേണൽ കമ്പഷൻ എൻജിൻ. അപ്പോൾ എന്താണ് ഇൻറ്റേർണൽ കമ്പഷനും അതുപോലെ തന്നെ എന്താണ് എക്സ്റ്റേണൽ കമ്പഷനും നോക്കാം. അതായത് ഇൻറ്റേർണൽ കമ്പഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻജിൻ്റെ അകത്ത് വെച്ച്, അതായത് ഒരു ക്ലോസ്ഡ് ചാമ്പർ ഉണ്ടായിരിക്കും. നമ്മൾ സാധാരണ സിലിണ്ടർ എന്നാണ് പറയാം. നമുക്ക് ഫിഗറിൽ കാണുന്ന പോലെ സിലിണ്ടർ ഉണ്ടായിരിക്കും. ആ സിലിണ്ടറിൻ്റെ അകത്ത് വെച്ച് നമ്മൾ ഫ്യൂവലിനെ കത്തിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന എൻജിനാണ് IC എൻജിൻ അല്ലെങ്കിൽ ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻ എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ സാധാരണ പണ്ട് കാലത്തൊക്കെ നമ്മുടെ സ്റ്റീം എൻജിൻ ഉണ്ടായിരുന്നു. നമ്മൾ പണ്ട് ട്രെയിനിലൊക്കെ യൂസ് ചെയ്ത എൻജിനായിരുന്നു സ്റ്റീം എൻജിൻ. നമ്മൾ ആവി എൻജിൻ എന്ന് പറയാറുണ്ട് അല്ലേ. അപ്പം ആ സ്റ്റീം എൻജിനൊക്കെ എന്താണ്? അത് എക്സ്റ്റേണൽ കമ്പഷൻ എൻജിൻ്റെ എക്സാമ്പിളാണ്. അതായത് നമ്മൾ എന്തായിരിക്കും ആ ഫ്യൂവൽ ബേൺ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? നമ്മൾ പുറത്ത് വെച്ചായിരിക്കും ഫ്യൂവൽ ബേൺ ചെയ്യുന്നതായിരിക്കും. ആ ഫ്യൂവൽ ബേൺ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? വെള്ളം ഹീറ്റ് ചെയ്യും. ആ വെള്ളം ഹീറ്റ് ചെയ്ത് വെള്ളത്തിനെ സ്റ്റീമാക്കി മാറ്റും. ആ സ്റ്റീം എനർജി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എൻജിനെ പ്രവർത്തിപ്പിക്കുന്ന ആ ഒരു രീതിയാണ് എക്സ്റ്റേണൽ കമ്പഷൻ എൻജിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിൽ സിലബസ് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് പഠിക്കേണ്ടതായിരിക്കുക ഇൻറ്റേർണൽ കമ്പഷൻ എൻജിനെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ IC എൻജിനെ കുറിച്ചായിരിക്കും. നമ്മൾ സാധാരണ നമ്മുടെ ഓട്ടോമൊബൈൽസിലൊക്കെ ഉപയോഗിക്കുന്ന എൻജിൻസാണ്. നമ്മൾ സാധാരണ കാറിലും ബസ്സിലും ജീപ്പിലും സ്കൂട്ടറിലൊക്കെ യൂസ് ചെയ്യുന്ന എൻജിനാണ് ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻ അല്ലെങ്കിൽ IC എൻജിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ വർക്കിങ്ങും അതിൻ്റെ ക്ലാസിഫിക്കേഷൻസൊക്കെ നമുക്ക് പഠിക്കേണ്ടതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് പഠിക്കേണ്ടത് IC എൻജിൻസ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിൽ യൂസ് ചെയ്യുന്ന ഫ്യൂവലിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അതിലുള്ള സ്ട്രോക്കിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫിക്കേഷൻ, അങ്ങനെ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഓക്കെ, അതിൽ ഉപയോഗിക്കുന്ന കൂളിംഗ് സിസ്റ്റം അനുസരിച്ച് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അതിൽ ഉപയോഗിക്കുന്ന ഇഗ്നിഷൻ സിസ്റ്റം ഉപയോഗിച്ച് അനുസരിച്ച് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട പ്രധാനമായിട്ട് 2 ക്ലാസിഫിക്കേഷനാണ് നമ്മുടെ പെട്രോൾ എഞ്ചിനും അതുപോലെ തന്നെ ഡീസൽ എഞ്ചിനും. ഓക്കെ, പെട്രോൾ എഞ്ചിനും അതുപോലെ ഡീസൽ എഞ്ചിനും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടാണ് 4 സ്ട്രോക്ക് എഞ്ചിനും, അതായത് സ്ട്രോക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ് 4 സ്ട്രോക്ക് എഞ്ചിനും അതുപോലെ 2 സ്ട്രോക്ക് എഞ്ചിനും. ഇതൊക്കെ നിങ്ങൾ സാധാരണ കേട്ട് പരിചയമുള്ള ടേംസ് ആയിരിക്കും. 4 സ്ട്രോക്കും 2 സ്ട്രോക്കും അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും ഒക്കെ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇവിടെ ഫസ്റ്റ് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഒരു എഞ്ചിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. അല്ലെങ്കിൽ എഞ്ചിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു സിലിണ്ടറിൻ്റെ അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മൾ ഇൻറ്റേർണൽ കമ്പഷൻ നടത്താനുള്ള സിലിണ്ടറാണ് ഈ കാണുന്ന സിലിണ്ടർ. ആ സിലിണ്ടറിനകത്ത് നമ്മൾ മുന്നേയൊക്കെ പഠിച്ച പോലെ നമ്മൾ പമ്പിൻ്റെ കേസിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പമ്പിൽ റെസിപ്രോക്കേറ്റിംഗ് പമ്പൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ ഇതേപോലെ സിലിണ്ടർ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഈ കാണുന്ന പോലെ പിസ്റ്റൺ ഉണ്ടായിരുന്നു, ഒരു കണക്റ്റിംഗ് റോഡ് ഉണ്ടായിരുന്നു, ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ആ ഒരു ഏകദേശം ആ ഒരു സ്ട്രക്ചറിനാണ് നമ്മുടെ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ ഉണ്ടായിരിക്കുക. അതുപോലെ ഇവിടെ 2 വാൾവുകളുണ്ട്. ഇൻലെറ്റ് വാൾവും ഉണ്ട്, അതുപോലെ ഔട്ട്ലെറ്റ് വാൾവും ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണുന്നതായിരിക്കും ഒരു പെട്രോൾ എഞ്ചിൻ്റെ ഫിഗറാണ്. കാരണം ഇവിടെ സെൻട്രലായിട്ട് നിങ്ങൾക്ക് ഒരു സ്പാർക്ക് പ്ലഗ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അതായത് സ്പാർക്ക് കൊടുക്കുന്ന പ്ലഗ്ഗാണ് സ്പാർക്ക് പ്ലഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് സാധാരണ അറിയുന്ന പോലെ ഒരു IC എഞ്ചിൻ അല്ലെങ്കിൽ നമുക്കറിയാം ഒരു ഓട്ടോമൊബൈലിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണ് ഒരു കാറാണെങ്കിൽ ആ കാർ നമുക്ക് എന്താണ് ആ കാറിന് നമുക്കറിയാം ടയർ അല്ലെങ്കിൽ വീൽസ് ഉണ്ടായിരിക്കും അല്ലേ, അല്ലെങ്കിൽ ബൈക്കാണെങ്കിൽ അതിന് ചക്രം ഉണ്ടായിരിക്കും. ഈ ചക്രം തിരിയുമ്പോഴാണ് ഇന്ന് കാറ് മുന്നോട്ടും ബാക്കോട്ടൊക്കെ നമുക്ക് ചലിപ്പിക്കണം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ കാറിൻ്റെ ചക്രത്തെ തിരിപ്പിക്കണം അല്ലേ, ആ കാറിൻ്റെ വീലിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യിക്കണം. അതായത് ഈ വീലിനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ ആവശ്യമായുള്ള ഒരു റൊട്ടേഷണൽ മോഷൻ നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ ആ ഒരു റൊട്ടേഷണൽ മോഷൻ ഉണ്ടാക്കാനുള്ള എഞ്ചിനാണ് നമ്മുടെ IC എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു IC എഞ്ചിൻ എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെയാണ് റൊട്ടേഷണൽ മോഷൻ ഉണ്ടാക്കുക എന്ന് നോക്കുക. അതായത് നമുക്ക് ഈ IC എഞ്ചിനിൽ കാണുന്ന പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ പ്രധാനപ്പെട്ട പാർട്ടുകൾ നോക്കുക. അതായത് ഫസ്റ്റ് വരുന്നത് നമ്മുടെ സിലിണ്ടറിൻ്റെ ഈ ഒരു ബ്ലോക്കാണ്. അത് സിലിണ്ടറാണ് വരുന്നത്. ഓക്കെ, ഇത്രയും വരുന്നത് സിലിണ്ടറാണ്. ഇതൊക്കെ നമ്മുടെ സിലിണ്ടറിൻ്റെ ഭാഗമാണ്. പിന്നെ ആ സിലിണ്ടറിൻ്റെ അകത്ത് നേരത്തെ പറഞ്ഞ പോലെ പിസ്റ്റൺ ഉണ്ട്, റെസിപ്രോക്കേറ്റിംഗ് പിസ്റ്റൺ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഏകദേശം ആ ഒരു റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ വർക്കിംഗ് ഓർമ്മ ഉണ്ടായിരിക്കും അല്ലേ. ഇവിടെയുള്ള ഈ ക്രാങ്ക് ഷാഫ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഇതിങ്ങനെ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ കണക്റ്റിംഗ് റോഡ് താഴേക്ക് മേലേക്ക് പോകുമ്പോൾ സ്വാഭാവികം എന്ത് ചെയ്യും? പിസ്റ്റണ് ഒരു റെസിപ്രോക്കേറ്റിംഗ് മോഷൻ അപ്പ് ആൻഡ് ഡൗൺ ഡയറക്ഷനിൽ നമുക്ക് കിട്ടുന്നതാണ് അല്ലേ. പിസ്റ്റൺ ഒരു അപ്പ് ആൻഡ് ഡൗൺ ഡയറക്ഷനിൽ നമുക്ക് റെസിപ്രോക്കേറ്റിംഗ് മോഷൻ കിട്ടുന്നതാണ്. സോ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം ഈ ഒരു കാറിൻ്റെ വീലിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യണം അല്ലേ. ഈ കാറിൻ്റെ വീലിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കാറിൻ്റെ വീൽ റൊട്ടേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് മോഷനാണ് വേണ്ടത്? റൊട്ടേഷണൽ മോഷനാണ് നമുക്ക് വേണ്ടത് അല്ലേ. കാറിൻ്റെ വീൽ റൊട്ടേറ്റ് ചെയ്യാൻ നമുക്ക് റൊട്ടേഷണൽ മോഷൻ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അങ്ങനെ റൊട്ടേഷണൽ മോഷൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഈ പിസ്റ്റണെ നമ്മൾ എന്ത് ചെയ്യണം? ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് അല്ലെങ്കിൽ അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യിക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ഈ കണക്റ്റിംഗ് റോഡ്
അല്ലെങ്കിൽ കണക്റ്റിംഗ് റോഡ് എന്ത് ചെയ്യും, നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റുമായിട്ട് അല്ലെങ്കിൽ ഈ ക്രാങ്കുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് പിസ്റ്റൺ അപ്പ് ആൻഡ് ഡൗൺ ഡയറക്ഷനിൽ പോകുമ്പോൾ എന്തായിരിക്കും സംഭവിക്കാം, ഈ കണക്റ്റിംഗ് റോഡ് കണക്ട് ചെയ്തിട്ടുള്ള ഈ ക്രാങ്ക് ഷാഫ്റ്റ് എന്ത് ചെയ്യും, അത് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ പിസ്റ്റണെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഇൻപുട്ട് എനർജി കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, പിസ്റ്റണെ നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ കൊടുക്കുകയാണ്. ഓക്കെ, നല്ലൊരു ഫോഴ്സിലുള്ള അല്ലെങ്കിൽ നല്ല പവറിലുള്ള ഒരു റെസിപ്രോക്കേറ്റിംഗ് മോഷൻ കൊടുക്കുകയാണ്. ആ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ഈ കണക്റ്റിംഗ് റോഡും ഈ ക്രാങ്ക് ഷാഫ്റ്റൊക്കെ എന്ത് ചെയ്യുന്നു, ആ റെസിപ്രോക്കേറ്റിംഗ് മോഷനെ ഒരു റോട്ടറി മോഷനായിട്ട് അല്ലെങ്കിൽ ഒരു റൊട്ടേഷണൽ മോഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ റൊട്ടേഷണൽ മോഷനാണ് എവിടെ കിട്ടുന്നത്, നമ്മുടെ ഈ കാറിൻ്റെ വീലിൽ കിട്ടുന്നുണ്ടായിരിക്കാം. എഞ്ചിൻ എന്ത് ചെയ്യും, ആ കാറിൻ്റെ വീലിലേക്ക് ക്ലച്ച് വഴി ഗിയർ ബോക്സ് വഴി എന്ത് ചെയ്യും, ആ കാറിൻ്റെ വീലിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ ഐ സി എഞ്ചിനകത്ത് ഉണ്ടാക്കുന്ന ശരിക്കും നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന മോഷൻ ഏതാണ്, അല്ലെങ്കിൽ നമ്മൾ ഇൻപുട്ടായിട്ട് എനർജി കൊടുത്ത് ഉണ്ടാക്കുന്ന മോഷൻ ശരിക്കും എന്താണ്, ഈ പിസ്റ്റൻ്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷനാണ് അല്ലേ. അപ്പ് ആൻഡ് ഡൗണിലുള്ള ഒരു റെസിപ്രോക്കേറ്റിംഗ് മോഷനാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ആ റെസിപ്രോക്കേറ്റിംഗ് മോഷനെ ആര് കൺവേർട്ട് ചെയ്യുന്നു, റോട്ടറി ആയിട്ട് ഈ കണക്റ്റിംഗ് റോഡും ഈ ക്രാങ്കും ഈ ക്രാങ്ക് ഷാഫ്റ്റും എന്ത് ചെയ്യുന്നു, ഈ റെസിപ്രോക്കേറ്റിംഗ് മോഷനെ ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് ഒരു റോട്ടറി മോഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ റോട്ടറി മോഷൻ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് എഞ്ചിൻ ഔട്ട്പുട്ടായിട്ട് കിട്ടും. ആ റോട്ടറി മോഷൻ എന്ത് ചെയ്യും, എന്നിട്ട് നമ്മൾ നമ്മുടെ കാറിൻ്റെ അല്ലെങ്കിൽ ബൈക്കിൻ്റെ വീലിലേക്ക് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ ഒരു ഐ സി എഞ്ചിൻ്റെ അല്ലെങ്കിൽ ഒരു ഓട്ടോമൊബൈലിൻ്റെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ആ ഒരു എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് എഞ്ചിൻ്റെ പാർട്സൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് പ്രധാനമായിട്ടും വരുന്ന ഈ ഒരു ഭാഗം, ഈ വിളിക്കുന്ന ഭാഗത്തിൻ്റെ പേര് സിലിണ്ടറിൻ്റെ ബാക്കിയായിട്ട് വരുന്ന ഭാഗത്തിന്, പക്ഷേ അതിൻ്റെ ഭാഗത്തിൻ്റെ പേര് നമുക്ക് ക്രാങ്ക് കേസ് എന്ന് പറയാം. ഓക്കെ, അതായത് ഈ നിൽക്കുന്ന ഭാഗമാണ് ക്രാങ്ക്, ആ ക്രാങ്ക് ഉള്ള ഭാഗമാണ് ക്രാങ്ക് കേസ്. അതുപോലെ നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മുടെ ഐ സി എഞ്ചിനിലൊക്കെ നമ്മൾ സാധാരണ എഞ്ചിൻ ഓയിൽ നമ്മൾ ഫില്ല് ചെയ്യാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഒരു പീരിയോഡിക്കലി നമ്മൾ എന്ത് ചെയ്യും, ആ എഞ്ചിൻ ഓയിൽ നമ്മൾ റീപ്ലേസ് ചെയ്യുകയും ചെയ്യും. പുതിയ എഞ്ചിൻ ഓയിൽ എന്ത് ചെയ്യും, നമ്മളതിലേക്ക് എന്ത് ചെയ്യും, ഫില്ല് ചെയ്യുകയും ചെയ്യും. അതായത് നമ്മുടെ എഞ്ചിൻ ഓയിലൊക്കെ ഉണ്ടായിരിക്കുക ഈ ക്രാങ്ക് കേസിനകത്തായിരിക്കും എന്ത് ചെയ്യുക, എഞ്ചിൻ ഓയിൽ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരിക്കുക. അതായത് എഞ്ചിൻ ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ലൂബ്രിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എലമെൻ്റാണ് എഞ്ചിൻ ഓയിൽ. അതായത് നമുക്കറിയാം ഈ ഒരു പിസ്റ്റൺ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ഉണ്ടായിരിക്കും, പിന്നെ ഒരു കണക്റ്റിംഗ് റോഡുണ്ട്. ഇവിടെയൊക്കെ പല പല മെക്കാനിക്കൽ മോഷൻസ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ എന്തായിരിക്കും, ഫ്രിക്ഷൻ ഉണ്ടായിരിക്കും. ആ ഫ്രിക്ഷനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എലമെൻ്റാണ് എഞ്ചിൻ ഓയിൽ എന്ന് പറയുന്നത്. ആ എഞ്ചിൻ ഓയിൽ ഉണ്ടായിരിക്കും നമ്മുടെ ഈ ക്രാങ്ക് കേസിനകത്തായിരിക്കും. ആ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ആ ക്രാങ്ക് കേസിനകത്ത് എഞ്ചിൻ ഓയിൽ ഉണ്ടായിരിക്കും. അതാണ് നമ്മുടെ ക്രാങ്ക് കേസ്. ഇവിടെ ക്രാങ്ക് ഉണ്ടായിരിക്കും. ക്രാങ്ക് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ മേലെ വരുന്ന ഒരു കണക്ഷനാണ് ക്രാങ്ക്. ഈ ക്രാങ്കിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരിക്കും. കാരണം നമ്മളിങ്ങനെ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ കൊടുക്കുമ്പോൾ എന്തായിരിക്കും, ആ ഒരു മൊമെൻറ്റം എപ്പോഴും നിലനിർത്താൻ എന്തായിരിക്കും, അത്യാവശ്യം ഒരു വെയിറ്റ് ഉണ്ടായിരിക്കും നമ്മുടെ ക്രാങ്കിന്. പിന്നെ വരുന്നത് നമ്മുടെ പിസ്റ്റണാണ്. പിസ്റ്റൺ കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ക്രാങ്കുമായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗം കണക്റ്റിംഗ് റോഡാണ്. അതിൻ്റെ പേരോട് കൊടുത്തിട്ടുണ്ടായിരിക്കും കണക്റ്റിംഗ് റോഡ്. എന്താ ഇവിടെ കാണാം, ഇത് കണക്റ്റിംഗ് റോഡാണ്. പിന്നെ നമ്മുടെ സിലിണ്ടർ ബ്ലോക്ക് ഉണ്ട്, നമ്മുടെ സിലിണ്ടർ ബ്ലോക്കാണ് വരുന്നത്. പിന്നെ ഇവിടെ നമുക്കറിയുന്ന പോലെ 2 വാൾവുകൾ ഉണ്ടായിരിക്കും. ഒരു ഇൻലെറ്റ് വാൾവും ഉണ്ടായിരിക്കും, ഒരു എക്സോസ്റ്റ് വാൾവും ഉണ്ടായിരിക്കും. അതായത് നമ്മുടെ ഫ്യൂവലൊക്കെ ഇൻലെറ്റ് കൊടുക്കുന്ന വാൾവാണ്, അല്ലെങ്കിൽ ഇൻലെറ്റ് വരുന്ന ആ പോർട്ടാണ് ഇൻലെറ്റ് വാൾവിൻ്റെ ഭാഗം ഉണ്ടായിരിക്കുക. അതുപോലെ കത്തിക്കരിനുള്ള ഫ്യൂവൽ എന്ത് ചെയ്യും, പുറത്തേക്ക് എക്സോസ്റ്റ് ചെയ്യിക്കുന്ന വാൾവാണ് എക്സോസ്റ്റ് വാൾവ്. ഇനി പെട്രോൾ എഞ്ചിനാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന അവിടെ സ്പാർക്ക് പ്ലഗ് എന്ന് പറഞ്ഞൊരു ഭാഗം ഉണ്ടായിരിക്കും. ഓക്കെ, സ്പാർക്ക് പ്ലഗ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് ഓർത്ത് വെക്കേണ്ട ഒരു ഐ സി എഞ്ചിനിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ ക്യാം ഷാഫ്റ്റും ക്യാമൊക്കെ വരുന്നത്, അതായത് നമ്മുടെ വാൾവിൻ്റെയൊക്കെ മെക്കാനിസം വർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഭാഗങ്ങളാണ് ക്യാം ഷാഫ്റ്റും ക്യാമൊക്കെ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ ഇവിടെ കൂളിംഗ് വാട്ടർ എന്ന് മനസ്സിലായി. നമ്മൾ സാധാരണ നമ്മുടെ കാറിലൊക്കെ ഉണ്ടായിരിക്കും റേഡിയേറ്ററൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ റേഡിയേറ്റർ കൊടുക്കുന്നതിനാണ് നമ്മുടെ കാറിൻ്റെ എഞ്ചിനെ കൂൾ ചെയ്യിക്കാനാണ് അല്ലേ. കാറിൻ്റെ എഞ്ചിനെ കൂൾ ചെയ്യിക്കാനാണ് നമ്മൾ റേഡിയേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ റേഡിയേറ്ററിൽ വെള്ളം ഉണ്ടായിരിക്കും, നമ്മുടെ അല്ലെങ്കിൽ കൂളൻ്റ് ഉണ്ടായിരിക്കും, നമ്മുടെ എഞ്ചിന് ചുറ്റും ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു നമ്മുടെ കൂളൻറ്റിന് അല്ലെങ്കിൽ കൂളിംഗ് വാട്ടർ സർക്കുലേറ്റ് ചെയ്യാനുള്ള ഭാഗമാണ് നമുക്കിവിടെ കാണുന്നുണ്ടായിരിക്കുക. അതാണ് ഇവിടെ കൂളിംഗ് വാട്ടർ കാണിച്ചുള്ളത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു ഏരിയയാണ് ഇത്രയും വരുന്ന ഒരു കമ്പഷൻ ചേമ്പർ. ഇവിടെ നോക്കാം, ഇവിടെ കൊടുത്തുകൊണ്ട് കമ്പഷൻ ചേമ്പർ. അതായത് നമ്മളെ ആ ഒരു ഫ്യൂവൽ മിക്സറിനെ ബേൺ ചെയ്യിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബേൺ ചെയ്യിക്കുന്ന ഒരു ചേമ്പറാണ്, അല്ലെങ്കിൽ കത്തിക്കുന്ന ഒരു ചേമ്പറാണ് കമ്പഷൻ ചേമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് പെട്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഒരു ആനിമേഷൻ നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഇതിൻ്റെ ആനിമേഷൻ നമുക്ക് നോക്കാം. അത് കാണുമ്പോൾ നമുക്ക് ഏകദേശം പെട്ടെന്ന് നമുക്ക് ഇനി കാര്യങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഐഡിയ വരും. നിങ്ങളൊന്ന് ജസ്റ്റ് സ്ക്രീനിലേക്ക് നോക്കുക. നമ്മുടെ ആ ഒരു പിസ്റ്റൻ്റെയൊക്കെ റെസിപ്രോക്കേറ്റിംഗ് മോഷനും അതുപോലെ നമ്മുടെ കണക്റ്റിംഗ് റോഡിൻ്റെ ആ ഒരു റെസിപ്രോക്കേറ്റിംഗ് മോഷനും അല്ലെങ്കിൽ സ്ലൈഡിങ് മോഷനും നമ്മുടെ ക്രാങ്കിൻ്റെ ആ റൊട്ടേഷണൽ മോഷനും അതുപോലെ ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേഷണൽ മോഷനും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ആദ്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന്
ഒരു ആനിമേഷൻ ജസ്റ്റ് ഒന്ന് ആദ്യം കാണാം എന്തൊക്കെയാണ് സംഭവിക്കുക നോക്കുക. അവിടെ നോക്കുക, അവിടെ വാൾവുകൾ ഓപ്പൺ ആവുന്നുണ്ട് അല്ലേ, വാൾവ് പിന്നെ ക്ലോസ് ആവുന്നുണ്ട്. അവിടെ 2 വാൾവ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ, ഒരു ഇൻലെറ്റ് വാൾവ് ഉണ്ട്, ഒരു എക്സോസ്റ്റ് വാൾവ് ഉണ്ട്. ഒക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആദ്യം ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ ഉണ്ടെന്ന് വിലയിരുത്തുക, കാര്യങ്ങൾ എന്തൊക്കെയാണ് സംഭവിക്കുക നോക്കുക. നമ്മളൊരു 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ വർക്കിംഗ് ആണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണുന്നുണ്ടായിരിക്കാം. നോക്കുക, അവിടെ വാൾവ് ഓപ്പൺ ആവുന്നു, വാൾവ് ക്ലോസ് ആവുന്നു, അവിടെ ഫ്യൂവൽ അതിൻ്റെ അകത്തേക്ക് ഇൻലെറ്റ് വരുന്നു, അതിനെ കംപ്രസ് ചെയ്യുന്നു, അത് പിന്നെ ബേൺ ചെയ്യുന്നു, കംപ്രഷൻ നടക്കുന്നു, കത്തിക്കറിനെ പുറത്തേക്ക് എക്സോസ്റ്റ് ചെയ്യുന്നു. ഇതൊക്കെയാണ് നമ്മൾ അവിടെ കാണുന്നത് അല്ലേ. അതായത് നോക്കാം, നമ്മൾ IC എഞ്ചിൻ്റെ വർക്കിംഗ് അല്ലെങ്കിൽ ഒരു 4 സ്ട്രോക്ക് IC എഞ്ചിൻ്റെ വർക്കിംഗ് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുക, പ്രധാനമായിട്ടും ഇവിടെ 4 സ്ട്രോക്കുകളുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞാണ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ വർക്കിംഗ് പറയുമ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പിസ്റ്റൺ എന്ത് ചെയ്യുന്നത്, താഴേക്കും മേലേക്കും മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ, താഴേക്കും മേലേക്കും പോകുന്നുണ്ട്. അതായത് പിസ്റ്റൺ ഇപ്പോൾ താഴെ തൊട്ട് മേലെ വരെ വരുന്ന ഇത്രയും ഒരു ദൂരമുണ്ട് അല്ലേ. അപ്പോൾ അതിനാണ് നമ്മളൊരു സ്ട്രോക്ക് എന്ന് പറയാം അല്ലേ. ഇപ്പോൾ നമ്മൾ പിസ്റ്റൺ ഇവിടം തൊട്ട് എന്ത് ചെയ്യുന്നു, മേലെ വരെ പോകുന്നുണ്ട്, ഇതിനെ നമുക്കൊരു സ്ട്രോക്ക് എന്ന് പറയാം. അതുപോലെ എന്ത് ചെയ്യും, പിസ്റ്റൺ താഴേക്കും വരുന്നുണ്ട്, അതിനെ നമുക്ക് അടുത്തൊരു സ്ട്രോക്കായിട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ഒരു 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ വർക്കിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഒരു 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ 4 സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അവിടെ 4 സ്ട്രോക്കുകൾ ഉണ്ടായിരിക്കും അല്ലേ. 4 സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ അവിടെ മൊത്തം 4 സ്ട്രോക്കുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്ട്രോക്കിൻ്റെ പേരുകളും അതിൻ്റെ ഓർഡറും മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിൻ്റെ വർക്കിംഗ് പറയുന്ന സമയത്ത്, അപ്പോൾ ഫസ്റ്റ് വരുന്ന സ്ട്രോക്കാണ് സക്ഷൻ സ്ട്രോക്ക്. ഓക്കെ, ഫസ്റ്റ് വരുന്ന സ്ട്രോക്ക് സക്ഷൻ സ്ട്രോക്കാണ്. പുറത്തു വെക്കുക, ഫസ്റ്റ് വരുന്നത് സക്ഷൻ സ്ട്രോക്ക്. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്ട്രോക്കാണ് കംപ്രഷൻ സ്ട്രോക്ക്. നിങ്ങൾ കറക്റ്റ് ഇതിൻ്റെ ഓർഡർ മനസ്സിലാക്കണം, അതിൻ്റെ ഓരോ സ്ട്രോക്ക് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കണം. ഓക്കെ, സക്ഷൻ സ്ട്രോക്ക് രണ്ടാമത്തെയാണ്, കംപ്രഷൻ സ്ട്രോക്ക്. ഇനി മൂന്നാമത്തെയാണ് പവർ സ്ട്രോക്ക് അല്ലെങ്കിൽ എക്സ്പാൻഷൻ സ്ട്രോക്ക്. ഓക്കെ, പവർ അല്ലെങ്കിൽ എക്സ്പാൻഷൻ. ഓക്കെ, പവർ അല്ലെങ്കിൽ എക്സ്പാൻഷൻ സ്ട്രോക്ക്. അതുപോലെ ഇനി നാലാമത്തെ ലാസ്റ്റ് സ്ട്രോക്കാണ്, അവസാന സ്ട്രോക്ക് എക്സോസ്റ്റ് സ്ട്രോക്ക്. ഓക്കെ, എക്സോസ്റ്റ് സ്ട്രോക്കാണ് നാലാമത് വരെ. അപ്പോൾ മൊത്തം 4 സ്ട്രോക്ക് വരുന്നുണ്ട്, സക്ഷന്, കംപ്രഷന്, പവർ അല്ലെങ്കിൽ എക്സ്പാൻഷൻ സ്ട്രോക്ക്, അതുപോലെ ലാസ്റ്റ് വണ്ണാണ് എക്സോസ്റ്റ് സ്ട്രോക്ക്. നമുക്കിനി ഓരോന്നും എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. അതായത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു സക്ഷൻ സ്ട്രോക്കാണ് അല്ലേ. എന്തായിരിക്കും സക്ഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ഇവിടെ മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങളാണ്. നമ്മുടെ ഈ ഒരു സിലിണ്ടറിൻ്റെ ഈ ഒരു പോർഷൻ നമുക്ക് ഷോർട്ടായിട്ട് നമുക്ക് BDC എന്ന് വിളിക്കാം. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ബോട്ടം ഡെഡ് സെൻറ്റർ. ഓക്കെ, ബോട്ടം ഡെഡ് സെൻറ്റർ, അതായത് താഴെയുള്ള സെൻറ്ററാണ് ബോട്ടം ഡെഡ് സെൻറ്റർ. അതുപോലെ നമുക്ക് ഈ പിസ്റ്റൻ്റെ നമ്മുടെ സിലിണ്ടറിൻ്റെ മേൽഭാഗത്തിന് നമുക്ക് TDC എന്ന് വിളിക്കാം. അതെന്തായിരിക്കും, അത് ടോപ്പ് ഡെഡ് സെൻറ്റർ ആയിരിക്കും. ഓക്കെ, മേൽഭാഗത്തിന് ടോപ്പ് ഡെഡ് സെൻറ്റർ എന്നും താഴ്ഭാഗത്തിന് നമുക്ക് ബോട്ടം ഡെഡ് സെൻറ്റർ അഥവാ BDC എന്ന് വിളിക്കാം. നമ്മളിങ്ങനെ എപ്പോഴും ഷോർട്ടായിട്ട് പറയും TDCയും BDC എന്നും പറയും. അപ്പോൾ നമുക്ക് ഓർമ്മ വരണം, TDC പറഞ്ഞാൽ മേലെയാണ്, BDC പറഞ്ഞാൽ താഴെയാണ്. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞു 4 സ്ട്രോക്ക് ഉണ്ട്, സക്ഷൻ ഉണ്ട്, കംപ്രഷൻ ഉണ്ട്, എക്സ്പാൻഷൻ അഥവാ പവർ സ്ട്രോക്ക് ഉണ്ട്, പിന്നെ നാലാമത്തെയാണ് എക്സോസ്റ്റ് സ്ട്രോക്ക് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ സക്ഷൻ സ്ട്രോക്ക് എന്ന് പറയുന്നതായിരിക്കും ആ ഒരു സക്ഷൻ നടക്കുക. അതായത് നമ്മുടെ പിസ്റ്റൻ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഇപ്പോൾ പിസ്റ്റൻ നമ്മുടെ ഏറ്റവും മേലെയുള്ളത് ഈ പിസ്റ്റൻ നമ്മുടെ ഏറ്റവും മേലെയുള്ളത്, അതായത് ഓക്കെ ഇപ്പോൾ നോക്കുക, നമ്മുടെ ആനിമേഷനിൽ നോക്കുക, നമ്മുടെ പിസ്റ്റൻ എവിടെയാണ് നിൽക്കുന്നത്, ഏറ്റവും മേലെയാണ് നിൽക്കുന്നത് അല്ലേ. അതായത് TDCയിലാണ് നിൽക്കുന്നത് അല്ലേ, താഴെ BDC ആണ്, പിസ്റ്റൻ ഏറ്റവും മേലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേസിൽ എന്ത് ചെയ്യാണ്, നമ്മൾ ഫസ്റ്റ് നമ്മൾ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുക വിചാരിക്കാം. ഓക്കെ, നമ്മൾ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാൻ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ നമ്മുടെ കാർ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഫസ്റ്റ് സംഭവിക്കുന്നത് പറഞ്ഞാൽ, അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ കാർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ സംഭവിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, സാധാരണ നമുക്ക് സെൽഫ് സ്റ്റാർട്ടിങ് മോട്ടർ ഉണ്ടായിരിക്കും, നമ്മുടെ വണ്ടിയിലൊക്കെ സെൽഫ് സ്റ്റാർട്ടിങ് മോട്ടർ ഉണ്ടായിരിക്കും അല്ലേ. നമ്മൾ കീ കൊടുത്ത് കീ തിരിക്കുമ്പോൾ എന്തായിരിക്കും, ആ സെൽഫ് സ്റ്റാർട്ടിങ് മോട്ടറാണ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക അല്ലേ. ആ സെൽഫ് സ്റ്റാർട്ടിങ് മോട്ടർ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത് ശരിക്കും, ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മുടെ ഈ ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ട് അല്ലേ, ഈ ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ട്. നമ്മൾ ഈ സെൽഫ് സ്റ്റാർട്ടിങ് മോട്ടർ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിച്ചാൽ ഈ ക്രാങ്ക് ഷാഫ്റ്റ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതായത് എന്ത് ചെയ്യാണ്, നമ്മൾ ശരിക്കും നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ എഞ്ചിൻ ശരിക്കും എന്താണ്, എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു എഞ്ചിനകത്തേക്ക് നമ്മൾ ഫ്യൂവൽ എനർജി അല്ലെങ്കിൽ ഫ്യൂവൽ കത്തിച്ചുകൊണ്ട് ആ ഫ്യൂവൽ എനർജി കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും, അത് ആ എനർജി കാരണം എന്ത് ചെയ്യും, പിസ്റ്റൻ താഴേക്കും മേലേക്കും പോകുമ്പോൾ എന്ത് ചെയ്യും, ആ താഴേക്കും മേലേക്കും പോകുന്ന റെസിപ്രോക്കേറ്റിംഗ് മോഷൻ എന്താക്കി മാറ്റാണ്, ഈ കണക്ടർ റോഡും ക്രാങ്കൊക്കെ എന്ത് ചെയ്യാണ്, ഇവിടെ റോട്ടറി മോഷനായിട്ട് കൺവേർട്ട് ചെയ്യണം. ശരിക്കും നമുക്ക് ഔട്ട്പുട്ടാണ് ഇവിടെ കിട്ടുന്നത്, അതാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് അല്ലേ.
എന്നാൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശരിക്കും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ ഔട്ട്പുട്ടിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇവിടേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇലക്ട്രിക് മോട്ടർ വെച്ച് നമ്മൾ ഇതിനെ പിടിച്ച് തിരിക്കുകയാണ്. അതായത് സെൻട്രൽ ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ക്രാങ്ക് ഉണ്ട്, നമ്മൾ എന്താണ് ഇലക്ട്രിക് മോട്ടർ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് മോട്ടർ ഉപയോഗിച്ച് എന്താണ് ആ ഒരു ഷാഫ്റ്റിനാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത് അല്ലേ. നമ്മൾ ഇലക്ട്രിക് മോട്ടർ ഉപയോഗിച്ച് നമ്മൾ സെൽഫ് സ്റ്റാർട്ടിങ് മോട്ടർ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത് ആ ഒരു ഷാഫ്റ്റ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യിക്കുകയാണ്. അതായത് എന്തിനാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്, നമുക്ക് ആദ്യം ഒരു ഇനീഷ്യൽ മൂവ്മെൻറ്റ് കൊടുക്കണം. നമ്മൾ പിസ്റ്റൺ എന്ത് ചെയ്യണം, ഒരു ഇനീഷ്യൽ മൂവ്മെൻറ്റ് കൊടുക്കണം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സക്ഷൻ സ്ട്രോക്ക് ആദ്യം നടക്കണം അല്ലേ. സക്ഷൻ നടക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നമുക്ക് പിസ്റ്റൺ ആദ്യം മൂവ് ചെയ്യിക്കണം. നമ്മളെങ്ങനെ പിസ്റ്റൺ മൂവ് ചെയ്യിക്കുന്നത്, നമ്മൾ നേരെ റിവേഴ്സ് ചെയ്യണം. അതായത് ഇലക്ട്രിക് മോട്ടർ ഉപയോഗിച്ച് എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റാർട്ടിംഗ് മോട്ടർ ഉപയോഗിച്ച് എന്ത് ചെയ്യണം, നമ്മൾ ഈ ഷാഫ്റ്റിനെ തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ശരിക്കും ഈ ഷാഫ്റ്റാണ് തിരിയുന്നത്, അല്ലെങ്കിൽ ഈ ക്രാങ്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും, പിസ്റ്റൺ താഴേക്കും മേലേക്കും പോകാൻ ടെൻഡൻസി ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പോൾ എന്തായിരിക്കും, നമ്മുടെ വണ്ടി ഓഫ് കണ്ടീഷൻ ആണെന്നായിരിക്കും ചിലപ്പോൾ അവസാനം ചെന്ന് നിൽക്കുന്നുണ്ടായിരിക്കുക, നമ്മുടെ ക്രാങ്ക് ഏറ്റവും താഴെ പോയി നിൽക്കും. കാരണം ക്രാങ്കിന് അത്യാവശ്യം വെയിറ്റുള്ള വേറെ എന്തായിരിക്കും, തിരിഞ്ഞ് അവസാനം നിൽക്കുന്നുണ്ടായിരിക്കുക ഏറ്റവും താഴെ ഭാഗത്തായിരിക്കും. അപ്പോൾ എന്തായിരിക്കും, നമ്മുടെ പിസ്റ്റണ് നിൽക്കുന്നുണ്ടായിരിക്കുക ഏറ്റവും മേലായിട്ടുള്ള TDCയിലായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക. നമ്മൾ എന്ത് ചെയ്യണം, വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്ത് സംഭവിക്കുക വെച്ചാൽ എന്ത് ചെയ്യണം, ഈ ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നോക്കുക, ഇപ്പോൾ പിസ്റ്റൺ താഴേക്ക് പോയിട്ടുണ്ട് അല്ലേ, പിസ്റ്റൺ ഇപ്പോൾ താഴേക്ക് പോയി. പിസ്റ്റൺ ഇപ്പോൾ താഴേക്ക് പോയി. അത് നമ്മൾ വണ്ടി ജസ്റ്റ് ഒന്ന് നമ്മൾ സെൽഫ് സ്റ്റാർട്ടിങ് മോട്ടർ എന്തായാലും നമ്മൾ കീ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായി, നമ്മൾ പിസ്റ്റൺ താഴേക്ക് പോയി. അതായത് അവിടെ സക്ഷൻ സ്ട്രോക്ക് ഉണ്ടായി. ഓക്കെ, സക്ഷൻ എന്ന് പറയാൻ മനസ്സിലാക്കണം. എന്ത് ചെയ്യണം, പിസ്റ്റൺ TDCന്ന് എന്ത് ചെയ്യാണ്, പിസ്റ്റൺ BDCയിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ ശരിക്കും നമ്മൾ ആ കൊടുക്കുന്ന ഫസ്റ്റ് മോഷൻ എന്താ, നമ്മൾ അങ്ങോട്ടാണ് എനർജി കൊടുത്തുള്ളത്. നമ്മുടെ പിസ്റ്റനെ മൂവ് ചെയ്യിക്കാനായിട്ട് നമ്മൾ കൊടുത്ത എനർജി എന്താണ്, നമ്മൾ സെൽഫ് സ്റ്റാർട്ടിംഗ് മോട്ടർ ഉപയോഗിച്ചു ഈ ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്തു. അപ്പോൾ സംഭവിക്കുന്ന സ്ട്രോക്ക് ഏതാണ്, അത് സക്ഷൻ സ്ട്രോക്കാണ്. സക്ഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, നമ്മൾ മുന്നേക്ക് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ അതായത് പിസ്റ്റൺ നോക്കുക, ഇത് സിലിണ്ടറാണ്, അതിൻ്റെ അകത്ത് നമ്മുടെ പിസ്റ്റൺ ഉണ്ട്. പിസ്റ്റൺ താഴേക്ക് പോകുന്നത് സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ഈ സിലിണ്ടറിനകത്ത് ഇത്രയും കാണുന്ന ഈ ഭാഗത്ത് എന്തായിരിക്കും, അവിടെ നെഗറ്റീവ് പ്രഷർ രൂപപ്പെടും. ഓക്കെ, സിലിണ്ടറിനകത്ത് നെഗറ്റീവ് പ്രഷർ രൂപപ്പെടും. അപ്പോൾ നമുക്കറിയാം അവിടെ നെഗറ്റീവ് പ്രഷർ രൂപപ്പെടുമ്പോൾ സംഭവിച്ചാൽ നമ്മുടെ ഈ കാണുന്ന ഇൻലെറ്റ് വാൾവ് എന്ത് ചെയ്യും, ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആവും. ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആയിട്ട് എന്ത് ചെയ്യും, നമ്മൾ പെട്രോൾ എഞ്ചിനാവുന്ന കേസിൽ ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആകുമ്പം ഈ നമ്മുടെ ഇൻലെറ്റ് വാൾവ് വഴി എന്ത് ചെയ്യും, ഇൻലെറ്റ് പോർട്ട് വഴി എയർ ഫ്യൂവൽ മിക്സ്ചർ എൻ്റർ ആവും. എയറും ഫ്യൂവലും എന്ത് ചെയ്യും, അതുവഴി എൻ്റർ ആവും. എയറും ഫ്യൂവലും ഇതുവഴി എൻ്റർ ആവും. എയർ ഫ്യൂവൽ മിക്സ്ചർ എന്ത് ചെയ്യും, ഇൻലെറ്റ് വാൾവ് വഴി നമ്മുടെ സിലിണ്ടറിനകത്തേക്ക് കയറും. ഓക്കെ, എയർ ഫ്യൂവൽ മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എയറിൻ്റെയും ഫ്യൂവലിൻ്റെയും, പെട്രോൾ ആണെങ്കിൽ എയറിൻ്റെയും പെട്രോളിൻ്റെയും മിക്സ്ചറാണ് നമ്മൾ എയർ ഫ്യൂവൽ മിക്സ്ചർ അറിയാം. ആ എയർ ഫ്യൂവൽ മിക്സ്ചർ എന്ത് ചെയ്തു, നമ്മൾ സക്ഷൻ സ്ട്രോക്കിൽ നമ്മൾ സിലിണ്ടറിനകത്തേക്ക് എൻ്റർ ആയി. ഓക്കെ, ഇപ്പോൾ എന്തായി, സക്ഷൻ സ്ട്രോക്ക് കംപ്ലീറ്റ് ആയി. ഓക്കെ, അതായത് പിസ്റ്റൺ TDCയിൽ നിന്ന് BDCയിലേക്ക് പോകുമ്പോൾ സക്ഷൻ നടന്നു, ഫസ്റ്റ് സ്ട്രോക്ക് കംപ്ലീറ്റ് ആയി അല്ലേ. അതായത് സക്ഷൻ സ്ട്രോക്കിൽ എയർ ഫ്യൂവൽ മിക്സ്ചർ ഇലക്ട്രിക് വാൾവ് ഓപ്പൺ ആയിട്ട് സിലിണ്ടറിനകത്തേക്ക് പ്രവേശിച്ചു. എന്നാൽ അതേസമയം ശ്രദ്ധിക്കണം, ഇവിടെ എന്തായിരിക്കും, നമ്മുടെ ഔട്ട്ലെറ്റ് വാൾവ് അല്ലെങ്കിൽ എക്സോസ്റ്റ് വാൾവ് എന്തായിരിക്കും, ക്ലോസ്ഡ് കണ്ടീഷനിലായിരിക്കും. ഓക്കെ, എക്സോസ്റ്റ് വാൾവ് ക്ലോസ്ഡ് കണ്ടീഷനിലായിരിക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആയി, എയർ ഫ്യൂവൽ മിക്സ്ചർ എൻ്റർ ചെയ്തു, അതേസമയം എക്സോസ്റ്റ് വാൾവ് ക്ലോസ്ഡ് കണ്ടീഷനിലായിരിക്കും. ഇനി മനസ്സിലാക്കേണ്ടത് അടുത്ത സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ കംപ്രഷൻ സ്ട്രോക്കാണ്. അതായത് കംപ്രഷൻ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ നോക്കുക, ഇപ്പോൾ സംഭവിച്ചെന്താണ്, ഇപ്പോൾ നമ്മൾ നേരത്തെ ആദ്യം എന്ത് ചെയ്തു, സക്ഷനിൽ TDCയിൽ നിന്ന് BDCയിലേക്ക് പോയി, ഇപ്പോൾ സക്ഷൻ നടന്നു. പിന്നെ അടുത്തെന്താണ്, വീണ്ടും മേലേക്ക് പോകും, അല്ലെങ്കിൽ കംപ്രഷനാണ്. അതായത് കംപ്രഷൻ എന്ന് പറഞ്ഞാൽ സംഭവിക്കുക വെച്ചാൽ പിസ്റ്റൺ മേലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും, ഇതിനകത്തേക്ക് കയറിയുള്ള എയർ ഫ്യൂവൽ മിക്സ്ചർ മൊത്തം എന്ത് ചെയ്യും, ആ പിസ്റ്റൺ അവിടെ വെച്ച് കംപ്രസ് ചെയ്യും. ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും, കംപ്രസ് ചെയ്യണം നമുക്ക് എന്ത് വേണം, ഈ രണ്ട് വാൾവും ക്ലോസ്ഡ് കണ്ടീഷനിലായിരിക്കണം അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ സക്ഷൻ സ്ട്രോക്കിൽ എന്താ സംഭവിച്ചു പറഞ്ഞാൽ ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആയിട്ട് ഇതുവഴി ഇതിലേക്ക് എൻ്ററായി, എന്നാൽ അതേസമയം എക്സോസ്റ്റ് വാൾവ് ക്ലോസ്ഡ് ആണ്. ഇനി കംപ്രഷൻ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ എന്താണ്, അവിടെ ഇൻലെറ്റ് വാൾവും ക്ലോസ്ഡ് ആണ്, അതുപോലെ എക്സോസ്റ്റ് വാൾവും ക്ലോസ്ഡ് ആണ്, രണ്ടും ക്ലോസ്ഡ് കണ്ടീഷനിലാണ്. എന്നാലും എന്ത് സംഭവിക്കുള്ളൂ, ഇവിടെ നമുക്ക് അതിനെ കംപ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് അതിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്തുള്ള എയർ ഫ്യൂവൽ മിക്സ്ചർ കംപ്രസ് ചെയ്തു. അപ്പോൾ സക്ഷൻ സ്ട്രോക്കിൽ എയർ ഫ്യൂവൽ മിക്സ്ചർ എൻ്ററായി, അടുത്ത സ്ട്രോക്കിൽ എയർ ഫ്യൂവൽ മിക്സ്ചർ കംപ്രസ് ചെയ്തു അല്ലേ. അതായത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും, നമ്മുടെ സക്ഷൻ സ്ട്രോക്കിൽ ആദ്യം നമ്മൾ ഇത്രയും മൂവ്മെൻറ്റ് വന്നപ്പോൾ സക്ഷൻ നടന്നു അല്ലേ. ഇനി അടുത്ത ഇത്രയും റൊട്ടേഷനിൽ എന്തായിരിക്കും, അവിടെ കംപ്രഷൻ നടന്നു അല്ലേ. ഇനി കംപ്രഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇതിനകത്ത് എയറിൻ്റെയും ഫ്യൂവലിൻ്റെയും മിക്സ്ചറാണുള്ളത് അല്ലേ. ആലോചിച്ചാൽ മനസ്സിലായി, നമ്മൾ ആദ്യം കയറിയുള്ള എയർ ഫ്യൂവൽ മിക്സ്ചർ ഇത്രയും കയറി അല്ലെ, ഇത്രയും എയർ ഫ്യൂവൽ മിക്സ്ചർ കയറി ഉണ്ടായിരുന്നു അല്ലേ. പിസ്റ്റൺ താഴേക്ക് എത്തുമ്പോൾ എന്നാണ് അത്രയും എയർ ഫ്യൂവൽ മിക്സ്ചർ കയറി ഉണ്ടായിരുന്നു, അതിന് നമ്മൾ എന്ത് ചെയ്തു, അത്രയും ചെറുതാക്കി കംപ്രസ് ചെയ്തു
അല്ലേ, നമ്മൾ തൊട്ട് മുന്നേ കണ്ടാണ് ഇത്രയും കയറിയിട്ടുള്ള ഈ സ്ക്രീനിൽ കാണുന്ന അത്രയും എയർ ഫ്യൂൽ മിക്സർ കയറിയിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യാണ്, അതിനെ കംപ്രസ് ചെയ്ത് അത്രയും ചുരുക്കി അതിൻ്റെ വോളിയം അത്രയും റെഡ്യൂസ് ചെയ്തു അല്ലേ, അതിൻ്റെ വോളിയം അത്രയും റെഡ്യൂസ് ചെയ്തു. അപ്പോൾ ആലോചിച്ചാൽ മനസ്സിലാവും ആ ഒരു എയർ ഫ്യൂൽ മിക്സറിൻ്റെ വോളിയം അത്രയും റെഡ്യൂസ് ചെയ്യുന്നതായിരിക്കും അതിനകത്തുള്ള എയർ ഫ്യൂൽ മിക്സറിൻ്റെ ടെമ്പറേച്ചറും പ്രഷറും ഒരുപാട് കൂടുതലായിരിക്കും അല്ലേ, ടെമ്പറേച്ചറും പ്രഷറും ഒരുപാട് കൂടുതലായിരിക്കും അല്ലേ. നമുക്കറിയാം നമ്മൾ സാധാരണയൊക്കെ നമ്മുടെ ഈ ഗ്യാസിനൊക്കെ ഗ്യാസ് സ്റ്റൗ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിയുന്നതായിരിക്കും, നമ്മുടെ ഗ്യാസ് സിലിണ്ടറൊക്കെ വല്ല ലീക്കേജ് സംഭവിക്കുന്നതായിരിക്കും. നമ്മുടെ വീടിനകത്തൊക്കെ തങ്ങിക്കിടന്നാൽ എന്തായിരിക്കും, അതിനകത്തേക്ക് ചെറിയ സ്പാർക്ക് കൊടുക്കുന്നതായിരിക്കും, അവിടെ ഒരു പൊട്ടിത്തെറി സംഭവിക്കാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു സംഭവമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ആ കംപ്രസ് ചെയ്തുള്ള എയർ ഫ്യൂൽ മിക്സറിൻ്റെ ടെമ്പറേച്ചറും പ്രഷറും ഒരുപാട് ഹൈയിലായിരിക്കും, ഒരുപാട് ഉയരത്തിലായിരിക്കും നിൽക്കുന്നുണ്ടല്ലേ, ഒരുപാട് വലിയ ടെമ്പറേച്ചറിലും പ്രഷറിലായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കാം. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു സ്പാർക്ക് പ്ലഗ് ഉണ്ട്, സ്പാർക്ക് കൊടുക്കുന്ന പ്ലഗ്ഗാണ് സ്പാർക്ക് പ്ലഗ്. എന്ത് ചെയ്യണം, ആ ഒരു ടൈമിൽ ഈ സ്പാർക്ക് പ്ലഗ് എന്ത് ചെയ്യും, ആ എയർ ഫ്യൂൽ മിക്സറിനകത്തേക്ക് സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ, സ്പാർക്ക് ഇഞ്ചെക്ട് ചെയ്യും. അപ്പോൾ എന്തായിരിക്കും, സ്പാർക്ക് കൊടുക്കുമ്പോൾ ആ ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറുള്ള എയർ ഫ്യൂൽ മിക്സർ എന്ത് ചെയ്യും, അതങ്ങോട്ട് പൊട്ടിത്തെറിക്കും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നില്ല, അത് പൊട്ടിത്തെറിക്കുമ്പോൾ നമ്മുടെ എഞ്ചിൻ ഒന്നും പൊട്ടിത്തെറിക്കില്ല. കാരണം എന്താണ്, എഞ്ചിൻ്റെ ഈ സർഫസ് അല്ലെങ്കിൽ ഈ എഞ്ചിൻ്റെ ബ്ലോക്കൊക്കെ ഉണ്ടാക്കിയ സിലിണ്ടർ ബ്ലോക്കൊക്കെ ഉണ്ടാക്കിയുള്ള മെറ്റീരിയൽ എന്തായിരിക്കും, കാസ്റ്റ് അയൺ പോലത്തെ ഹൈ സ്ട്രെങ്ത് ഉള്ള അല്ലെങ്കിൽ ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് ഒക്കെ താങ്ങാൻ കപ്പാസിറ്റി ഉള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നമ്മൾ എഞ്ചിൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ എന്തായിരിക്കും, ഒരിക്കലും എഞ്ചിൻ പൊട്ടിത്തെറിക്കില്ല. പകരം എന്ത് ചെയ്യും, നമ്മുടെ പിസ്റ്റൺ എന്ത് ചെയ്യും, പിസ്റ്റനെ താഴേക്ക് തള്ളും. ഓക്കെ, പിസ്റ്റൺ എന്ത് ചെയ്യും, ആ ഒരു എയർ ഫ്യൂൽ മിക്സറിൻ്റെ ആ ഒരു കമ്പഷൻ കാരണം, ആ ഒരു പൊട്ടിത്തെറി കാരണം എന്ത് ചെയ്യും, നമ്മുടെ പിസ്റ്റനെ താഴേക്ക് പുഷ് ചെയ്യിക്കും. ഓക്കെ, അപ്പോൾ ഉണ്ടാവുന്ന ആ സ്ട്രോക്കാണ് നമ്മുടെ പവർ സ്ട്രോക്ക്. അപ്പോൾ ഉണ്ടാവുന്ന സ്ട്രോക്കാണ് പവർ സ്ട്രോക്ക്. ഓക്കെ, ഇപ്പോഴാണ് ശരിക്കും നമ്മുടെ എൻജിൻ പവർ പ്രൊഡ്യൂസ് ചെയ്തുള്ളത്. അല്ലെങ്കിൽ നമുക്ക് തന്നെ വേറെ പേര് പറയാം എക്സ്പാൻഷൻ സ്ട്രോക്ക്. അതെന്താ മാറി, എക്സ്പാൻഡ് ചെയ്തു അല്ലേ, ആ എയർ ഫ്യൂൽ മിക്സർ എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ നമുക്കതിനെ എക്സ്പാൻഷൻ സ്ട്രോക്ക് എന്നോ അല്ലെങ്കിൽ നമുക്ക് പവർ സ്ട്രോക്ക് എന്നോ വിളിക്കാം. കാരണം ഇപ്പോഴാണ് ശരിക്കും എൻജിൻ പവർ പ്രൊഡ്യൂസ് ചെയ്തുള്ളത്. നേരത്തെ എന്തായിരുന്നു, നമ്മൾ ഫസ്റ്റ് അറിയാം, നമുക്ക് എൻജിൻ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക, നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ ഈ ക്രാങ്ക് ഷാഫ്റ്റിനെ പിടിച്ചിരിക്കുമ്പോൾ നമ്മളെ പിസ്റ്റൺ താഴേക്ക് വരുന്നു. അപ്പോൾ നമ്മൾ ഒരു ഇൻപുട്ട് എനർജി കൊടുത്തിട്ടാണ് പിസ്റ്റൺ താഴേക്ക് കൊണ്ടുപോയത്. അപ്പോൾ സെക്ഷൻ നടന്നു. പിന്നെ എന്ത് ചെയ്യും, ഈ ഒരു ക്രാങ്കിൻ്റെ വെയിറ്റ് കാരണം എന്ത് ചെയ്യും, അത് വീണ്ടും അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും വീണ്ടും അങ്ങോട്ട് തിരിയാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. വീണ്ടും എന്ത് ചെയ്യും, വീണ്ടും മേലേക്ക് പോകുമ്പോൾ അപ്പോൾ കംപ്രഷൻ നടന്നു. അതായത് സക്ഷനും കംപ്രഷൻ നടന്നത് എന്താണെന്ന് ശരിക്കും നമ്മളാണ് ഇൻപുട്ട് എനർജി കൊടുത്തുള്ളത് അല്ലേ. ഇനിയാണ് എന്ത് ചെയ്യുന്നത്, ശരിക്കും എൻജിൻ പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് അടുത്ത സ്ട്രോക്കാണ്, മൂന്നാമത്തെ സ്ട്രോക്കാണ് നമ്മുടെ പവർ സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പോഴും ശരിക്കും എന്ത് ചെയ്തുള്ളത്, എൻജിൻ പവർ പ്രൊഡ്യൂസ് ചെയ്തുള്ളത്. അതായത് ഇതിനകത്തുള്ള എയർ ഫ്യൂൽ മിക്സർ ബേൺ ചെയ്ത് പൊട്ടിത്തെറിക്കുമ്പോൾ എന്തായിരിക്കും, ആ ഒരു ഫോഴ്സ് എന്ത് ചെയ്യും, നമ്മുടെ പിസ്റ്റൻ്റെ മേലേക്ക് ആക്ട് ചെയ്യും. ഓക്കെ, ഈ ഇവിടെ ഉള്ള എയർ ഫ്യൂൽ മിക്സർ പൊട്ടിത്തെറിക്കുമ്പോൾ ബേൺ ചെയ്യുമ്പോൾ കമ്പഷൻ നടക്കുമ്പോൾ ആ ഒരു മൊമെൻറ്റം എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു ഇനേർഷ്യ ഫോഴ്സ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സ് പിസ്റ്റൻ്റെ മേലേക്ക് ആയിട്ട് എന്ത് ചെയ്യും, പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്യും, ഹൈ സ്പീഡിൽ താഴേക്ക് പോകും. വീണ്ടും എന്ത് ചെയ്യും, നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും ആ മൊമെൻറ്റം കാരണം വീണ്ടും മേലേക്ക് വരും. ഓക്കെ, അതായത് നോക്കുക, വീണ്ടും തുറക്കുന്നോട്ട് നോക്കുക, ഇത്രയായാൽ സക്ഷൻ നടന്നു, അതിൽ കൺഫ്യൂഷനിലല്ലോ. ഇത്രയായാൽ കംപ്രഷൻ നടന്നു. ഇനി കംപ്രഷൻ എൻഡിൽ എന്ത് ചെയ്യും, രണ്ട് വാൾവും ക്ലോസ്ഡ് കണ്ടീഷനിലായിരിക്കും. അറ്റ് ദ എൻഡ് ഓഫ് ദ കംപ്രഷൻ നമ്മുടെ സ്പാർക്ക് പ്ലഗ് സ്പാർക്ക് കൊടുത്തു. അവിടെ നോക്കുക, ചുവപ്പ് കളറിൽ കാണിക്കുന്നുണ്ട്, അവിടെ പൊട്ടിത്തെറി സംഭവിച്ചു അല്ലേ, അവിടെ പൊട്ടിത്തെറി സംഭവിച്ചു. ഇനി നമുക്കറിയാം, അപ്പോൾ നമുക്ക് പഠിച്ച വെച്ച് നമുക്കറിയാൻ പറ്റും, അതായത് ആദ്യം സക്ഷൻ നടന്നു, താഴേക്ക് പോയി പിസ്റ്റൺ അല്ലെ, ടി ഡി സിന്ന് ബി ഡി സിക്ക് പോയി സക്ഷൻ നടന്നു. പിന്നെ മേലേക്ക് പോയി ബി ഡി സിന്ന് ടി ഡി സിക്ക് പോയി കംപ്രഷൻ നടന്നു, സക്ഷൻ നടന്നു, കംപ്രഷൻ നടന്നു. പിന്നെ കംപ്രഷൻ്റെ അവസാനം വെച്ച് എന്ത് ചെയ്യും, അവിടെ സ്പാർക്ക് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, അത് ബേൺ ചെയ്ത് ആ ഫോഴ്സ് കാരണം താഴേക്ക് പോയി, അത് നമ്മുടെ പവർ സ്ട്രോക്കാണ് അല്ലേ. ഇപ്പോൾ നമുക്ക് പവർ ഉണ്ടായി. ഇതിനകത്തുള്ള എന്താണ്, പൊട്ടിത്തെറിച്ച അല്ലേ, ആ ബേൺ ചെയ്ത കാര്യമാണ് നമുക്ക് അവിടെ റെഡ് കളർ കാണിച്ചുള്ളത്. എന്ത് ചെയ്യണം, ഈ നമ്മൾ ഇതിനകത്ത് എൻ്റർ ചെയ്തിട്ടുള്ള എയർ ഫ്യൂൽ മിക്സർ എന്തായിരുന്നു, അത് കത്തിക്കരിഞ്ഞു. എന്ത് ചെയ്യണം, നമുക്കതിനെ പുറന്തള്ളണം, പുറത്തേക്ക് ഒഴിവാക്കണം. അതായത് എക്സോസ്റ്റ് വാൾവ് വഴി നമുക്ക് പുറത്തേക്ക് ഒഴിവാക്കണം. അപ്പോൾ അടുത്ത സ്ട്രോക്കാണ് നമ്മുടെ എക്സോസ്റ്റ് സ്ട്രോക്ക്. അതായത് ഇനി എന്ത് ചെയ്യും, ഇപ്പോൾ നമുക്ക് ഇത് പവർ ഉണ്ടായി, ഇനി അടുത്ത സ്ട്രോക്ക് മേലേക്കാണ് പോവുക. അല്ലെ, മേലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണം, ഈ കത്തിക്കരിഞ്ഞ പുകയ്ക്ക് എന്ത് ചെയ്യണം, പുറത്തേക്ക് ഒഴിവാക്കണം. നമുക്കറിയാം, നമ്മുടെ വണ്ടിയുടെയൊക്കെ സൈലൻസർ വഴി വരുന്ന പുക നമ്മുടെ എക്സോസ്റ്റ് സ്ട്രോക്ക് വഴി ഉണ്ടാവുന്ന ആ ഒരു ബേൺഡ് ഫ്യൂവലിൻ്റെ പ്രോഡക്ട്സ് ആണ് നമുക്ക് എക്സോസ്റ്റ് വാൾവ് വഴി പുറത്തേക്ക് പോവുക. ഓക്കെ, അതായത് ഈ വീഡിയോയിലേക്ക് നോക്കുക, ഉണ്ടോ, ആ സമയത്ത് മനസ്സിലാക്കേണ്ട കാര്യം നമുക്കറിയാൻ പറ്റും. അപ്പോഴും ഇൻലെറ്റ് വാൾവ് ക്ലോസ്ഡ് കണ്ടീഷനായിരിക്കും. ആ സമയം എന്ത് ചെയ്യും, എക്സോസ്റ്റ് വാൾവ് ഓപ്പൺ ആയിട്ട് ആ കത്തിക്കരിഞ്ഞ പുക എന്ത് ചെയ്യും, ആ ഒരു ബേൺഡ് പാർട്ടിക്കിൾസ് നമുക്ക് പുറത്തേക്ക് എക്സോസ്റ്റ് അറ്റ്മോസ്ഫിയറിലേക്ക് പുറത്തേക്ക് ഒഴുക്കി വിടും.
വീണ്ടും എന്ത് ചെയ്യാണ് അടുത്ത സ്ട്രോക്കിൽ എന്ത് ചെയ്യാണ് ഇപ്പം എന്തായി പവർ ഉണ്ടായി എന്ത് ഇനി നമ്മൾ വീണ്ടും എപ്പോഴും സ്റ്റാർട്ടിംഗ് മോഡൽ ഇരിക്കേണ്ട ആവശ്യമുണ്ടോ, നമ്മൾ കീ കൊടുക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി, ആ ഒരു മൊമെല്ലാം അങ്ങനെ തിരിഞ്ഞുകൊണ്ടേ ഇരിക്കില്ലേ, ഈ ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് കൊണ്ടിരിക്കും. കാരണം ഇതിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരിക്കും ക്രാങ്കിന്. അപ്പോൾ എന്ത് ചെയ്യും, ആ പവർ സ്ട്രോക്ക് കാരണം നമ്മുടെ എഞ്ചിൻ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. വീണ്ടും എന്ത് ചെയ്യണം, വീണ്ടും നമ്മളെ പിസ്റ്റൺ താഴേക്ക് പോകുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും, സക്ഷൻ നടക്കും, വീണ്ടും കംപ്രഷൻ നടക്കും, വീണ്ടും പവർ ഉണ്ടാവും. അങ്ങനെ ആ സൈക്കിൾ എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. അതാണ് നമ്മുടെ ഒരു 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീണ്ടും ഇനി ഒന്നും കൂടി ഒന്ന് ഈ ഒരു ആനിമേഷൻ കണ്ടു നോക്കുക, മനസ്സിരുത്തി കണ്ടു നോക്കുക. സക്ഷൻ നടന്നു, ഇൻലെറ്റ് വാൾവ് ഓപ്പണായി, കംപ്രഷൻ നടന്നു, 2 വാൾവും ക്ലോസ്ഡാണ്. കംപ്രഷൻ്റെ അവസാനം സ്പാർക്ക് കൊടുത്തു, പവർ സ്ട്രോക്ക് ഉണ്ടായി, അതിന് എക്സോസ്റ്റ് ചെയ്തു, എക്സോസ്റ്റ് വാൾവ് ഓപ്പണായി. വീണ്ടും അടുത്ത സൈക്കിൾ എന്ത് ചെയ്യണം, ഇൻലെറ്റ് വാൾവ് ഓപ്പണായിട്ട് വീണ്ടും എയർ ഫിൽ മിക്സർ ഉണ്ടാവും. എന്ത് ചെയ്യും, അതങ്ങനെ സക്ഷൻ, കംപ്രഷൻ, എക്സ്പാൻഷൻ അല്ലെങ്കിൽ പവർ സ്ട്രോക്ക്, എക്സോസ്റ്റ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ ഒരു 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഈ ഒരു ആനിമേഷൻ കൂടി കാണുമ്പോൾ പറഞ്ഞു വെച്ച് കേട്ട് വെച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ടായിരിക്കും. സംശയം ഉണ്ടെങ്കിൽ വീണ്ടും ഒന്ന് അത്രയും ഭാഗം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കാം. ഓക്കെ, ഇനി മനസ്സിലാക്കേണ്ടത് നമ്മുടെ 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ്റെ വർക്കിംഗ് ആണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ചെറിയൊരു കാര്യം, നമുക്ക് പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് മനസ്സിലായ ആൾക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡീസൽ എഞ്ചിൻ്റെ വർക്കിംഗ് പഠിക്കാൻ പറ്റും. അതായത് ശ്രദ്ധിക്കുക, നമ്മൾ ഡീസൽ എഞ്ചിനാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഈ സ്പാർക്ക് പ്ലഗിന് പകരം ആരായിരിക്കും ഉണ്ടായിരിക്കുക, അവിടെ ഫ്യൂവൽ ഇഞ്ചക്ടറാണ് ഉണ്ടായിരിക്കുക. ശ്രദ്ധിക്കുക, ഡീസൽ എഞ്ചിനാകുമ്പോൾ സ്പാർക്ക് പ്ലഗിന് പകരം ഫ്യൂവൽ ഇഞ്ചക്ടറാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, ഡീസൽ എഞ്ചിനാകുമ്പോൾ സ്പാർക്ക് പ്ലഗിന് പകരം ഫ്യൂവൽ ഇഞ്ചക്ടറാണ് ഉണ്ടായിരിക്കാം. ഇത് ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാം പെട്രോൾ എഞ്ചിനാകുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, സക്ഷൻ സ്ട്രോക്കിൽ ഇതുവഴി എയർ ഫ്യൂവൽ മിക്സ്ചറാണ് എൻ്റർ ചെയ്യുന്നത് അല്ലേ, അല്ലെങ്കിൽ എയറിൻ്റെയും പെട്രോളിൻ്റെയും മിക്സ്ചറാണ് ഇൻലെറ്റ് വാൾവ് വഴി നമ്മുടെ സിലിണ്ടറിനകത്തേക്ക് എൻ്റർ ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ഡീസൽ എഞ്ചിനാകുമ്പോൾ എന്ത് ചെയ്യുള്ളൂ, എയർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ സക്ഷൻ സ്ട്രോക്കിൽ സിലിണ്ടറിനകത്തേക്ക് എൻ്റർ ആവുള്ളൂ. ഓക്കെ, നമ്മുടെ ഡീസൽ എഞ്ചിനിൽ എയർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സക്ഷൻ സ്ട്രോക്കിൽ എൻ്റർ ആവുള്ളൂ. ഇനി നമുക്കറിയാം നമ്മുടെ പെട്രോൾ എഞ്ചിനാകുമ്പോൾ എന്താണ്, നമുക്ക് സക്ഷനിൽ എന്ത് ചെയ്യും, എയർ ഫിൽ മിക്സ്ചർ എൻ്റർ ആവും, കംപ്രഷനിൽ എന്ത് ചെയ്യും, എയർ ഫിൽ മിക്സ്ചർ നമ്മൾ കംപ്രസ് ചെയ്യും. എന്നാൽ ഈ നമ്മൾ ഡീസൽ എഞ്ചിനാകുമ്പോൾ എന്തായിരിക്കും, സക്ഷൻ സ്ട്രോക്കിൽ എയർ മാത്രം എൻ്റർ ആവും, എന്ത് ചെയ്യും, ആ എയറിനെ പിടിച്ച് മാക്സിമം കംപ്രസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു ഹൈ പ്രഷറിലേക്ക് എന്ത് ചെയ്യും, നമ്മൾ എയറിനെ കംപ്രസ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എയർ ഫിൽ മിക്സ്ചർ ചൂടായ പോലെ തന്നെ അതിൻ്റെ ടെമ്പറേച്ചറും പ്രഷറും എന്ത് ചെയ്യും, എയറിൻ്റെ ടെമ്പറേച്ചറും പ്രഷറും ഒരുപാട് ഉയരാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഡീസൽ എഞ്ചിനാകുമ്പോൾ നമ്മൾ പറഞ്ഞു സ്പാർക്ക് പ്ലഗിന് പകരം ഫ്യൂവൽ ഇഞ്ചക്ടറാണുള്ളത്. ഓക്കെ, സ്പാർക്ക് പ്ലഗിന് പകരം ഫ്യൂവൽ ഇഞ്ചക്ടറാണുള്ളത്. അപ്പോൾ ഫ്യൂവൽ ഇഞ്ചക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീസലിനെ എന്ത് ചെയ്യാം, ഒരു സ്പ്രേ രൂപത്തിൽ സപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇഞ്ചക്ടർ, അതിൻ്റെ പേരാണ് നമ്മൾ ഫ്യൂവൽ ഇഞ്ചക്ടർ എന്ന് പറയാം. അതായത് ഡീസലിനെ നമുക്ക് സ്പ്രേ രൂപത്തിൽ സപ്ലൈ ചെയ്യാനുള്ള ആ ഒരു ഭാഗമാണ് നമ്മുടെ ഫ്യൂവൽ ഇഞ്ചക്ടർ എന്ന് പറയുന്നത്. അതായത് ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറുള്ള എയറിനകത്തേക്ക് എന്ത് ചെയ്യാണ്, നമ്മൾ ഡീസലിനെ സപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാണ്, നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കമ്പഷൻ നടക്കുകയാണ്. അതായത് ഡീസലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡീസൽ എന്തായിരിക്കും, ഡീസലിൻ്റെ സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ കുറവാണ്. അതായത് എന്തായിരിക്കും, പെട്രോളിനെ അപേക്ഷിച്ച് ഡീസലിൻ്റെ സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ കുറവാണ്. സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ പറഞ്ഞാൽ സ്വയം കത്താനുള്ള ടെമ്പറേച്ചർ കുറച്ച് മതി. ഓക്കെ, അത് ചെറിയൊരു സ്പാർക്ക് അല്ലെങ്കിൽ ചെറിയൊരു ടെമ്പറേച്ചർ എന്തായിരിക്കും, പെട്ടെന്ന് ഡീസൽ കത്തിപ്പിടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. അതിനെക്കൊണ്ടാണ് നമ്മൾ ഇവിടെ സ്പാർക്ക് പ്ലഗിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നത്. അതായത് എയറിനെ മാക്സിമം കംപ്രസ് ചെയ്യുമ്പോൾ ഒരു ഹൈ പ്രഷറിലേക്ക് ഹൈ കംപ്രഷൻ റേഷ്യോയിലേക്ക് നമ്മൾ എയറിനെ കംപ്രസ് ചെയ്ത് വെക്കുമ്പം ആ ടെമ്പറേച്ചറും പ്രഷർ കൂടിയുള്ള എയറിലേക്ക് നമ്മൾ സ്പ്രേ രൂപത്തിൽ അല്ലെങ്കിൽ ഫൈൻ പാർട്ടിക്കിൾസ് ആയിട്ട് നമ്മൾ ഡീസലിന് സപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും, പെട്ടെന്ന് ആ ഒരു ഡീസൽ അല്ലെങ്കിൽ ആ ഒരു മിക്സർ കത്തിപ്പിടിക്കുകയും അന്ന് നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ പെട്രോൾ എഞ്ചിനിൽ പഠിച്ച പോലെ തന്നെ ആ ഒരു കമ്പഷൻ നടക്കുകയും ബാക്കിയുള്ള സ്ട്രോക്കുകൾ കംപ്ലീറ്റ് ആവുകയും ചെയ്യണം. സാധാരണ പോലെ സക്ഷൻ ഉണ്ടായിരിക്കും, കംപ്രഷൻ ഉണ്ടായിരിക്കും, പവർ ഉണ്ടായിരിക്കും, എക്സോസ്റ്റ് ഉണ്ടായിരിക്കും. ഇവിടെ വ്യത്യസ്തം പറഞ്ഞാൽ നിങ്ങൾ ഫിയർ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ സ്പാർക്ക് പ്ലഗിന് പകരം ഫ്യൂൽ ഇഞ്ചക്ടർ ആക്കിയാൽ മതി, വേറെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ അതിൻ്റെ വർക്കിംഗ് പറയുമ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ എയർ മാത്രമേ എൻ്റർ ചെയ്യുള്ളൂ പറയാം. ഓക്കെ, ബാക്കിയെല്ലാം സെയിം ആണ് വർക്കിംഗ് എല്ലാം വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെയും അതുപോലെ തന്നെ ഒരു 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ്റെയും വർക്കിംഗ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ട് നമുക്ക് നമ്മുടെ നോട്ട്സിലേക്ക് നോക്കാം. നമ്മൾ പറയുന്നതൊക്കെ നമ്മുടെ ഒരു എഞ്ചിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. നമ്മൾ പറഞ്ഞ പാർട്സൊക്കെ തന്നെയാണ്. വീണ്ടും ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം.
ഇവിടെ നമുക്ക് നമ്മുടെ എഞ്ചിൻ്റെ ഓരോ വിവിധതരം ഭാഗങ്ങൾ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പ്രത്യേകിച്ച് ഡെപ്തിൽ പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോയാൽ മാത്രം മതിയാവും. പിന്നെ വരുന്നൊരു ടേമാണ് കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, കംപ്രഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സിലിണ്ടറാണ് ഇവിടെ ഫിഗറിലേക്ക് നോക്കുക. ഇവിടെ നമുക്ക് സിലിണ്ടറിൻ്റെയും ഒരു പിസ്റ്റൻ്റെ അറേഞ്ച്മെൻറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കറിയാം ഒരു സിലിണ്ടറിനകത്ത് നമുക്കറിയാം കംപ്രഷൻ സ്ട്രോക്കിൽ എന്ത് ചെയ്യും, നമ്മൾ ആ പിസ്റ്റൻ ഏറ്റവും മേലേക്ക് പോയിട്ട് എന്ത് ചെയ്യും, അവിടെ നമ്മൾ ആ ഒരു എയർ ഫ്യൂൽ മിക്സറിനെ, നമ്മൾ പെട്രോൾ എഞ്ചിനാകുമ്പോൾ എയർ ഫ്യൂൽ മിക്സർ നമ്മൾ കംപ്രസ് ചെയ്യും. ഡീസൽ എഞ്ചിനാകുമ്പോൾ അവിടെ കംപ്രസ് ചെയ്യാൻ എയർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അല്ലേ. അപ്പോൾ നോക്കുക, ഇവിടെ കംപ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ചെറിയൊരു വോളിയം ബാക്കിയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ക്ലിയറൻസ് വോളിയം എന്നാണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യില്ല, ആ പിസ്റ്റൻ എന്ത് ചെയ്യില്ല, നമ്മുടെ സിലിണ്ടറിൻ്റെ ഏറ്റവും മേലെ പോയിട്ട് ഇവിടെ പോയിട്ട് ഇടിക്കില്ല, അല്ല ഏറ്റവും മേലത്തെ പോയിന്റ് വരെ പോകില്ല. അവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ഇവിടെ ചെറിയൊരു ഗ്യാപ്പ്, ആ ഗ്യാപ്പ് എന്തിനാണ് കൊടുക്കുന്നത്, നമുക്ക് ആ എയർ ഫ്യൂൽ മിക്സറിന് അല്ലെങ്കിൽ എയറിനെ കംപ്രസ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു വോളിയം അവിടെ കൊടുക്കുന്നുണ്ടായിരിക്കും. അതിൻ്റെ പേരാണ് ക്ലിയറൻസ് വോളിയം. ഓക്കെ, അതിൻ്റെ പേരാണ് ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത്. ആ ചെറിയൊരു വോളിയത്തിൻ്റെ പേരാണ് ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ സിലിണ്ടറിൻ്റെ ടോട്ടൽ വോളിയം എന്ന് പറയുന്നതായിരിക്കും, നമ്മളെ പിസ്റ്റൻ ഏറ്റവും താഴ്ത്തി കഴിഞ്ഞാൽ അല്ലേ, പിസ്റ്റൻ ഇപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത് വിചാരിക്കുക, സ്വിച്ച് ഇവിടെയാണ് നിൽക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ഇവിടെ തൊട്ട് നമ്മുടെ സിലിണ്ടറിൻ്റെ ഏറ്റവും ടോപ്പ് വരെ വരുന്ന ഇതിനെ നമുക്ക് ടോട്ടൽ വോളിയം എന്ന് പറയാം. ഓക്കെ, നമുക്ക് ടോട്ടൽ വോളിയം എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ വി ടോട്ടൽ വോളിയം എന്ന് പറയാൻ പറ്റും. അതായത് എന്നാൽ നമ്മുടെ പിസ്റ്റൻ എന്ത് ചെയ്യും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പിസ്റ്റൻ ഏറ്റവും മേലത്ത് പറഞ്ഞാൽ ഇവിടെ ഒരു മാക്സിമം അത്ര വരെയൊക്കെ ആയിരിക്കും എത്തുന്നുണ്ടായിരിക്കും. ബാക്കി എന്തായിരിക്കും, ഇത്രയും ഒരു ഗ്യാപ്പ് വരുന്നുണ്ടായിരിക്കും. നമ്മളതിന് പറഞ്ഞു ആ ഒരു വോളിയത്തിൻ്റെ പേരാണ് ക്ലിയറൻസ് വോളിയം. അപ്പോൾ നമുക്കിതിന് ഷോർട്ടായിട്ട് വേണമെങ്കിൽ വി സി എഴുതാം. ഓക്കെ, വി സി എന്ന് പറയാം. അപ്പോൾ അതായത് കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും, ടോട്ടൽ വോളിയവും ക്ലിയറൻസ് വോളിയവും തമ്മിലുള്ള റേഷ്യോനാണ് നമ്മൾ കംപ്രഷൻ റേഷ്യോ എന്ന് പറയാം. ഓക്കെ, ടോട്ടൽ വോളിയം അതുപോലെ തന്നെ ക്ലിയറൻസ് വോളിയം തമ്മിലുള്ള റേഷ്യോനാണ് നമ്മൾ കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നതായിരിക്കുക. ഇവിടെ നമുക്ക് പെട്രോൾ എഞ്ചിനിലും അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിൻ്റെയും ഡീസൽ എഞ്ചിൻ്റെയും കംപ്രഷൻ റേഷ്യോ കാണിച്ചത്. അതായത് പെട്രോൾ എഞ്ചിനാകുമ്പം ഏകദേശം ഒരു 8:1 അല്ലെങ്കിൽ 8 തൊട്ട് 10:1 അല്ലെങ്കിൽ ഡീസൽ എഞ്ചിനാകുമ്പോൾ ഒരു 16:1 അല്ലെങ്കിൽ ഒരു 16 to 24 ആ റേഞ്ചിലും പെട്രോൾ എഞ്ചിനാകുമ്പം ഒരു 8 to 10 ആ റേഞ്ചിലാണ് നമ്മുടെ കംപ്രഷൻ റേഷ്യോ വരുന്നത്. അതായത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, നമ്മുടെ പെട്രോൾ എഞ്ചിനെ അപേക്ഷിച്ച് ഡീസൽ എഞ്ചിനാണ് കംപ്രഷൻ റേഷ്യോ കൂടുതൽ അല്ലേ. ആലോചിച്ചാൽ മനസ്സിലാവും എപ്പോഴാണ് കംപ്രഷൻ റേഷ്യോ കൂടുക അല്ലേ, വി ടോട്ടൽ ബൈ വി സി. അപ്പോൾ എപ്പോഴാണ് കംപ്രഷൻ റേഷ്യോ കൂടുന്നുണ്ടായിരിക്കാം, ആലോചിച്ചാൽ മനസ്സിലാവും. നമുക്ക് ആ ഒരു ഇക്വേഷൻ നോക്കുക, വി ടോട്ടൽ ബൈ വി സി എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോളിയം ക്ലിയറൻസ് വോളിയം തമ്മിലുള്ള റേഷ്യോ ആണ് കംപ്രഷൻ റേഷ്യോ. അതായത് ക്ലിയറൻസ് വോളിയം കുറയുകയും ടോട്ടൽ വോളിയം കൂടുതലാണ് എന്തായിരിക്കും, ഇവിടെ കംപ്രഷൻ റേഷ്യോ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ആലോചിച്ചാൽ മതി, ഡീസൽ എഞ്ചിൻ്റെ കേസിൽ എന്തായിരിക്കും, ക്ലിയറൻസ് വോളിയം കുറവായിരിക്കും. അപ്പോൾ നമുക്കറിയാം എന്തുകൊണ്ടായിരിക്കും ക്ലിയറൻസ് വോളിയം അങ്ങനെ കുറയുന്നത്, ഡീസൽ എഞ്ചിൻ്റെ കേസിൽ അവിടെ എയറിനെ മാത്രമേ നമുക്ക് കംപ്രസ് ചെയ്യാനുള്ളൂ. അപ്പോൾ എന്ത് മതി, അവിടെ കുറച്ച് ക്ലിയറൻസ് വോളിയം മതി. എന്നാൽ പെട്രോൾ എഞ്ചിനാകുമ്പോൾ എന്തായിരിക്കും, ക്ലിയറൻസ് വോളിയം കുറച്ച് അധികം വേണ്ടി വരും. കാരണം എന്താണ്, അവിടെ പെട്രോളും എയറും കൂടിയാണ്, അതിൻ്റെ രണ്ടിനും കൂടി മിക്സറാണ് നമ്മൾ കംപ്രസ് ചെയ്യുന്നത്. സോ എന്തായിരിക്കും, ഡീസലിനേക്കാളും കുറച്ചും കൂടി അധികം ക്ലിയറൻസ് വോളിയം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക, നമ്മുടെ കംപ്രഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിലിണ്ടറിൻ്റെ ടോട്ടൽ വോളിയം അതുപോലെ തന്നെ ക്ലിയറൻസ് വോളിയം നമ്മുടെ റേഷ്യോ ആണ് കംപ്രഷൻ റേഷ്യോ എന്ന് പറയാം. അതിൻ്റെ വാല്യൂസ് ഒന്ന് ഓർത്ത് വെക്കുക, പെട്രോളിൻ്റെയും ഡീസലിൻ്റെ മാത്രം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമ്മുടെ 4 സ്റ്റോക്ക് പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് കാണിക്കുന്ന ഡയഗ്രം കാണിച്ച് നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഫസ്റ്റ് ഇൻടേക്ക് അല്ലെങ്കിൽ സക്ഷൻ സ്റ്റോക്ക് ആണല്ലേ, ഇത് നോക്കുക, ഇൻലെറ്റ് വാൾവ് വഴി നമ്മുടെ എയർ ഫ്യൂൽ മിക്സർ സിലിണ്ടറിനകത്തേക്ക് എൻ്ററായി. പിന്നെ കംപ്രഷനാണ്, ആ എൻ്റർ ചെയ്ത് എയർ ഫ്യൂൽ മിക്സറിനെ കംപ്രസ് ചെയ്തു. ശ്രദ്ധിക്കുന്ന കാര്യം, ഈ സമയത്ത് ഇവിടെ ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആണ്, എന്നാൽ എക്സോസ്റ്റ് വാൾവ് ക്ലോസ്ഡ് ആണ്. ഇനി കംപ്രഷൻ ആകുമ്പോൾ 2 വാൾവും ക്ലോസ്ഡ് കണ്ടീഷനായിരിക്കും. ഇനി കമ്പഷൻ അല്ലെങ്കിൽ പവർ സ്ട്രോക്ക് അല്ലെങ്കിൽ എക്സ്പാൻഷൻ സ്ട്രോക്കാണ്. അപ്പോൾ എന്തായിരിക്കും, അപ്പോഴും 2 വാൾവ് ക്ലോസ്ഡ് ആയിരിക്കും. എങ്കിൽ മാത്രം എന്തേ ഉള്ളൂ, ആ പൊട്ടിത്തെറി കാരണം നമുക്ക് പിസ്റ്റനെ താഴേക്ക് പുഷ് ചെയ്യാൻ കഴിയുള്ളൂ അല്ലേ. ലാസ്റ്റ് എക്സോസ്റ്റ് സ്ട്രോക്ക് ആകുമ്പോൾ എന്തായിരിക്കും, ഇൻലെറ്റ് വാൾവ് ക്ലോസ്ഡ് ആയിരിക്കും, എന്നാൽ എക്സോസ്റ്റ് വാൾവ് ഓപ്പൺ കണ്ടീഷൻ ആയിരിക്കും. അപ്പോഴെന്തേ ഉള്ളൂ, പുറത്തേക്ക് നമുക്ക് ആ ബേൺഡ് ഫ്യൂൽ ഗ്യാസിനെ നമുക്ക് പുറത്തേക്ക് ഒഴിവാക്കുള്ളൂ. ഇതാണ് നമ്മുടെ ഒരു പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് കാണിക്കുന്ന ഡയഗ്രം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ മനസ്സിലാക്കേണ്ടത്, നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്ത് ചെയ്യണം, നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് അല്ലെങ്കിൽ ഡീസൽ എഞ്ചിൻ്റെ വർക്കിംഗ് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു ബേസിക്കായിട്ട് വരുന്ന ഈ ഡയഗ്രം വരച്ചാൽ മതി. ഈ ഡയഗ്രം എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇതിലെ എല്ലാ പാർട്സും ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യാം, അത്യാവശ്യം സിലിണ്ടറിൻ്റെ ഭാഗം കാണിക്കുക, പിന്നെ അതിൻ്റെ അകത്തുള്ള പിസ്റ്റൻ കാണിക്കുക, കണക്റ്റിംഗ് റോഡ് കാണിക്കുക, ക്രാങ്ക് ഷാഫ്റ്റ് കാണിക്കുക, ക്രാങ്ക് കാണിക്കുക.
പിന്നെ ഇൻലെറ്റ് വാൾവും ഒരു ഭാഗത്തും എക്സോസ്റ്റ് വാൾവിൻ്റെ ഭാഗത്തും കാണിക്കുക. പിന്നെ പെട്രോൾ എഞ്ചിനാകുമ്പോൾ ജസ്റ്റ് നിങ്ങളിങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സ്പാർക്ക് പ്ലഗ് ശരിക്കുള്ള പോലെ തന്നെ വരയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുന്നത്, ഒരു പ്ലഗ് പോലെ ഇങ്ങനെ അതിൻ്റെ മേലെ സ്പാർക്ക് പ്ലഗ് ഒന്ന് ജസ്റ്റ് പേര് എഴുതി കാണിച്ചാൽ മതി. ഓക്കെ, അതുപോലെ ഇൻലെറ്റ് വാളും എന്ത് ജസ്റ്റ് ഒരു വാൾ പോലെ കാണിച്ചാൽ മതി. അവിടെ ഇൻലെറ്റ് വാളും എക്സോസ്റ്റ് വാളും പേര് കൊടുക്കുക. ഓക്കെ, അതൊന്നും 3D പോലെ ഒന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിൻ്റെ ഒരു ഏകദേശം ഒരു ഡയഗ്രാം മാത്രം വരച്ചാൽ മതി. ഓക്കെ, അവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ 4 സ്ട്രോക്കും എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇവിടെ കാണുന്ന പോലെ തന്നെ എന്തൊക്കെയാണ് സക്ഷൻ സ്ട്രോക്കിൽ നടക്കുക എന്ന് പറയാം. ഇവിടെ നമുക്ക് അതിൻ്റെ വർക്കിംഗ് പറയുന്നുണ്ട്. ഫസ്റ്റ് ആകുമ്പോൾ സക്ഷൻ അല്ലെങ്കിൽ ഇൻടേക്ക് സ്ട്രോക്കാണ്. Intake stroke അല്ലെങ്കിൽ suction stroke occurs when the air fuel mixture is introduced to the combustion chamber. In this stroke, piston moves from TDC to BDC. നമ്മൾ പറഞ്ഞ പോലെ TDC നിന്ന് BDCയിലേക്കാണ് പിസ്റ്റൺ മൂവ് ചെയ്യുക. അല്ലെ TDC മേലെ ആണ്, BDC താഴെയാണ്. അല്ലെ ആ സമയത്ത് എന്ത് ചെയ്യും, ഇൻലെറ്റ് വാൾവ് ഓപ്പൺ കണ്ടീഷൻ ആയിരിക്കും, എക്സോസ്റ്റ് വാൾവ് ക്ലോസ് കണ്ടീഷൻ ആയിരിക്കും. അല്ലേ, ഇൻലെറ്റ് വാൾവ് റിമെയിൻസ് ഓപ്പൺ ആൻഡ് ക്രാങ്ക്ഷാഫ്റ്റ് rotation after BDC. The intake valve then closes and the air fill mixture is sealed in the cylinder. അതായത് സെക്ഷനിൽ എന്ത് ചെയ്യും, സെക്ഷൻ നടക്കുമ്പോൾ നമ്മൾ പുറത്തു കണ്ട പോയിൻറ്റ്സ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കാം. നിങ്ങളിതൊന്ന് ഒന്ന് തവണ വായിച്ചു നോക്കിയിട്ട് അതിൻ്റെ പോയിൻറ്റ്സ് മനസ്സിലാക്കുക. നമ്മൾ പറഞ്ഞ പോയിൻറ്റ്സിന്, അതായത് പ്രധാനമായിട്ടും പുറത്തു വെക്കേണ്ട പോയിൻറ്റ്സ് ഞാൻ പറയാം. നിങ്ങൾ ഹെഡിങ് കൊടുക്കുക, സെക്ഷൻ സ്ട്രോക്ക് കൊടുക്കുക. ഇതിൻ്റെ വർക്കിംഗ് വെച്ച് എന്ത് ചെയ്യുക, ഫസ്റ്റ് ഡയഗ്രാം വരയ്ക്കുക. പിന്നെ വരുന്ന ഈ ഒരു എഞ്ചിൻ വർക്ക് ചെയ്യുന്ന 4 സ്ട്രോക്കിലാണെന്ന് പറയാം. അപ്പോൾ ഏതൊക്കെയാണ് സ്ട്രോക്ക്, ഫസ്റ്റ് വരുന്ന സെക്ഷൻ സ്ട്രോക്കാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിൻറ്റ്സ് ഏതൊക്കെയാണ്, സെക്ഷൻ സ്ട്രോക്കിൽ ഇൻലെറ്റ് വാൾവ് ഓപ്പൺ കണ്ടീഷനായിരിക്കും, ഔട്ട്ലെറ്റ് വാൾവ് അല്ലെങ്കിൽ എക്സോസ്റ്റ് വാൾവ് ക്ലോസ് കണ്ടീഷൻ. ആ ഒരു കാര്യം ആദ്യം പറയാം. ഓക്കെ, ഇനി എന്ത് ചെയ്യും, സെക്ഷൻ സ്ട്രോക്കിൽ എയർ ഫ്യൂൽ മിക്സർ എന്ത് ചെയ്യും, പെട്രോൾ എഞ്ചിനാകുമ്പോൾ എയർ ഫ്യൂൽ മിക്സർ എൻ്റർ എന്ന് പറയാം. ഓക്കെ, പെട്രോൾ എഞ്ചിനാകുമ്പോൾ എയർ ഫ്യൂൽ മിക്സർ എൻ്റർ എന്ന് പറയാം. എന്ത് ചെയ്യും, പിസ്റ്റൺ മൂവ് ചെയ്യുന്നത് TDC തൊട്ട് BDC വരെ മൂവ് ചെയ്യുമെന്ന് പറയാം. ഓക്കെ, ആ സമയത്ത് TDC തൊട്ട് BDC വരെയാണ് പിസ്റ്റൺ മൂവ് ചെയ്യുക. അതായത് ഒരു ഹാഫ് റൊട്ടേഷനാണ് ക്രാങ്ക് ഷാഫ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക. ഒരു ഹാഫ് സൈക്കിൾ അല്ലെങ്കിൽ ഒരു ഹാഫ് റൊട്ടേഷൻ ആയിരിക്കും ക്രാങ്ക് ഷാഫ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും ഈ 4 പോയിൻറ്റ്സ് ഓർത്ത് വെക്കാം. ഓക്കെ, സെക്ഷൻ സ്ട്രോക്കിൽ ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആയിരിക്കും, എക്സോസ്റ്റ് വാൾവ് ക്ലോസ്ഡ് ആയിരിക്കും. അതുപോലെ സെക്ഷൻ സ്ട്രോക്കിൽ എയർ ഫിൽ മിക്സർ എൻ്റർ ആവും, പിസ്റ്റൺ TDC നിന്ന് BDCയിലേക്ക് പോകുമ്പോൾ സെക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഒരു ഹാഫ് റൊട്ടേഷൻ കംപ്ലീറ്റ് ആയി. ഓക്കെ, രണ്ടാമത്തെ എന്ത് ചെയ്യുക, കംപ്രഷൻ സ്ട്രോക്ക്. നമുക്കറിയാം കംപ്രഷൻ എന്ന് പറഞ്ഞാൽ പിസ്റ്റൺ മൂവ് ചെയ്യുന്നതാണ്. ഒരു പോയിൻ്റ് ഓർത്ത് വെക്കുക, പിസ്റ്റൺ മൂവ് ചെയ്യുന്നത് BDC to TDC ആണ്. ആ സമയത്ത് എന്ത് ചെയ്യും, 2 വാൾവും എന്തായിരിക്കും, എക്സോസ്റ്റ് വാൾവും ഇൻലെറ്റ് വാൾവും എന്തായിരിക്കും, ക്ലോസ് കണ്ടീഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് എന്തായിരിക്കും, അവിടെ എയർ ഫ്യൂൽ മിക്സർ എന്ത് ചെയ്യും, കംപ്രസ് ചെയ്യും. ഓക്കെ, എയർ ഫ്യൂൽ മിക്സറിനെ കംപ്രസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ 3 പോയിൻ്റ് ഓർത്ത് വെക്കാം. അതുപോലെ പിസ്റ്റൺ മൂവിന് BDC തൊട്ട് TDC വരെയാണ്, 2 വാൾവും ക്ലോസ്ഡ് കണ്ടീഷൻ ആയിരിക്കും. എയർ ഫ്യൂൽ മിക്സറിനെ അവിടെ കംപ്രസ് ചെയ്യും, മാക്സിമം കംപ്രസ് ചെയ്യും. അപ്പോൾ എന്തായിരിക്കും, ദ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഓഫ് എയർ ഫിൽ മിക്സർ ഇൻക്രീസ്ഡ്. ഓക്കെ, നമ്മുടെ പ്രഷറും ടെമ്പറേച്ചറും എയർ ഫിൽ മിക്സറിൻ്റെ ടെമ്പറേച്ചറും പ്രഷറും ഇൻക്രീസ് ആവും. ഈ ഡീസൽ എഞ്ചിനാകുമ്പോൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം, കംപ്രഷൻ സ്ട്രോക്കിൽ എന്താണ്, അവിടെ എയർ മാത്രമേ കംപ്രസ് ആവുന്നുള്ളൂ. അല്ലേ, അപ്പോൾ എന്ത് ചെയ്യും, എയറിൻ്റെ പ്രഷറും ടെമ്പറേച്ചറും ഇൻക്രീസ് ആവുമെന്ന് പറയാം. അതുപോലെ ഇൻടേക്ക് സ്ട്രോക്ക് അല്ലെങ്കിൽ സെക്ഷൻ സ്ട്രോക്കിൽ എന്ത് പറയണം, അവിടെ എയർ മാത്രമേ എൻ്റർ ആവുമെന്ന് പറയണം. അല്ലേ, ഡീസൽ എഞ്ചിനാകുമ്പോൾ എയറിന് മാത്രമേ എൻ്റർ എന്ന് പറയണം. ഓക്കെ, നമ്മൾ പറഞ്ഞു സെക്ഷനും പറഞ്ഞു, കംപ്രഷനും പറഞ്ഞു. ഞാൻ പറയുന്നത് ഇത് വായിച്ചു നോക്കും ചെയ്യാൻ ഞാൻ പറഞ്ഞ പോയിൻറ്റ്സാണ് പ്രധാനമായിട്ട് നിങ്ങൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ എഴുതേണ്ടത്. ഓക്കെ, ചെറിയ പോയിൻറ്റ്സ് ഉള്ളത് നമുക്ക് ജസ്റ്റ് അതിൻ്റെ വർക്ക് ചെയ്യുന്ന ആലോചിച്ചാൽ നമുക്ക് പോയിൻറ്റ്സ് സ്വന്തമായിട്ട് എഴുതാൻ പറ്റണം. സെക്ഷൻ ആയി, കംപ്രഷനായി, ഇനി അടുത്താണ് പവർ. 3ാമത്തെ സ്ട്രോക്കാണ് പവർ, അല്ലെങ്കിൽ കംപ്രഷൻ സ്ട്രോക്ക്, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പാൻഷൻ സ്ട്രോക്കാണ്. അപ്പോൾ നമുക്കറിയാം ഈ അവസ്ഥയിൽ എന്തായിരിക്കും, 2 വാൾവും എന്താണ്, 2 വാൾവും അപ്പോഴും ക്ലോസ്ഡ് കണ്ടീഷൻ ആയിരിക്കും. അല്ലേ, അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ പറയണം അറ്റ് ദ എൻഡ് ഓഫ് ദ കംപ്രഷൻ. അല്ലേ, കംപ്രഷൻ്റെ അവസാനം, അറ്റ് ദ എൻഡ് ഓഫ് ദ കംപ്രഷൻ്റെ അവസാനം എന്തായിരിക്കും, അറ്റ് ദ എൻഡ് ഓഫ് ദ കംപ്രഷൻ സ്ട്രോക്ക് എന്ത് ചെയ്യും, ദ സ്പാർക്ക് പ്ലഗ് ഇഗ്നൈറ്റ്സ് സ്പാർക്ക്. അല്ലെ, എന്ത് ചെയ്യും, അല്ലെങ്കിൽ സ്പാർക്ക് പ്ലഗ് സ്പാർക്ക് എന്ത് ചെയ്യും, അതിലേക്ക് ഇഗ്നൈറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അല്ലെങ്കിൽ സ്പാർക്ക് ആ ഒരു എഞ്ചിനകത്തേക്ക് അല്ലെങ്കിൽ സിലിണ്ടറിനകത്തേക്ക് സ്പാർക്ക് കൊടുക്കും. ആ സമയത്ത് എന്ത് ചെയ്യും, എയർ ഫ്യൂൽ മിക്സർ ബേൺ ചെയ്യും. അല്ലെങ്കിൽ എയർ ഫ്യൂൽ മിക്സർ ബേൺ ചെയ്ത് അല്ലെങ്കിൽ കംപ്രഷൻ നടന്നു ചെയ്യും. ആ ഒരു എയർ ഫ്യൂൽ മിക്സറിൻ്റെ പൊട്ടിത്തെറിക്കാരൻ എന്ത് ചെയ്യും, നമ്മുടെ പിസ്റ്റൻ്റെ മേലേക്ക് ആ ഫോഴ്സ് ആക്ട് ചെയ്യുകയും പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്യുകയും ചെയ്യും. ഇത്രയും പോയിൻറ്റ്സാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, 2 വാൾവും ക്ലോസ് കണ്ടീഷൻ ആയിരിക്കും. കംപ്രഷൻ സ്ട്രോക്കിൻ്റെ അവസാനം എന്ത് ചെയ്യും, എയർ ഫ്യൂൽ മിക്സറിനകത്തേക്ക് സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ച് സ്പാർക്ക് ഇഞ്ചക്ട് ചെയ്യും. അപ്പോൾ എന്തായിരിക്കും, അവിടെ എയർ ഫ്യൂൽ മിക്സർ ബേൺ ചെയ്തിട്ട് എന്ത് ചെയ്യും, അവിടെ ഉണ്ടാകുന്ന ആ ഒരു പൊട്ടിത്തെറി കാരണം, ഒരു ഫോഴ്സ് കാരണം എന്ത് ചെയ്യും, ആ നമ്മുടെ പിസ്റ്റനെ താഴേക്ക് പുഷ് ചെയ്യുമ്പോൾ അവിടെ പവർ സ്ട്രോക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യമാണ് പവർ സ്ട്രോക്കിൽ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ലാസ്റ്റ് വരുന്നതാണ് എക്സോസ്റ്റ് സ്ട്രോക്ക്. അതായത് നമ്മുടെ ബേൺഡ് ഫ്യൂൽ ഗ്യാസിനെ പുറത്തേക്ക് തള്ളുന്ന സ്ട്രോക്കാണ് എക്സോസ്റ്റ്. അതായത് ശ്രദ്ധിക്കണം, ആ സമയത്ത് എന്തായിരിക്കും, ഇൻലെറ്റ് വാൾവ്
ക്ലോസ്ഡ് കണ്ടീഷനും എന്നാൽ എക്സോസ്റ്റ് വാൾവ് എന്തായിരിക്കും ഓപ്പൺ കണ്ടീഷൻ എന്ന് പറയണം. അതുപോലെ ബേൺഡ് ഫ്യൂൽ ഗ്യാസ് എന്തെയും എക്സോസ്റ്റ് ദ ത്രൂ ദ എക്സോസ്റ്റ് വാൾവ് എന്ന് പറയാം. അതായത് പിസ്റ്റൺ മൂവ് ചെയ്യുന്നത് BDC ടു TDC ആണ്. BDC ടു TDC ആയിരിക്കും പിസ്റ്റൺ മൂവ് എന്തായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഞ്ചിൻ്റെ വർക്കിംഗ് നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ വർക്കിംഗ് ചോദിച്ചാൽ നമ്മൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. ഒരു 4 പോയിൻറ്റ്സ് ആയിട്ടും ഓരോ സ്ട്രോക്കിൽ എന്ത് ചെയ്യാം, ഒരു 4 പോയിൻറ്റ് വെച്ച് ഞാൻ പറഞ്ഞ പോലെ ഒരു 4 പോയിൻറ്റ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ഡയഗ്രാം ഒറ്റൊന്ന് മാത്രം വരച്ചാൽ മതി. നമ്മൾ സിമ്പിളായിട്ട് ഡയഗ്രാം വരയ്ക്കുക. അതുപോലെ 4 സ്ട്രോക്ക് എന്ത് ചെയ്യുക, അതുപോലെ ഹെഡിങ് കൊടുത്ത് സെപ്പറേറ്റ് എഴുതി കൊടുക്കുക. ഓരോ സ്ട്രോക്കിലും ഒരു 3-4 പോയിൻറ്റ്സ് നമുക്ക് എഴുതേണ്ടി വരും. മാക്സിമം ഒരു 4 പോയിൻറ്റ്സ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 4 സ്ട്രോക്ക് ആകുമ്പോഴത്തേക്കും ഏകദേശം ഒരു 16 പോയിൻറ്റ്സ് നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിൻ്റെ വർക്കിംഗ് കറക്റ്റ് അതിൻ്റെ ആനിമേഷൻ കണ്ട് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കാം. അപ്പം ഓക്കെ, അപ്പോൾ നമുക്ക് ഡീസൽ എഞ്ചിൻ്റെയും പെട്രോൾ എഞ്ചിൻ്റെയും നമ്മൾ വർക്കിംഗ് പഠിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് അതുപോലെ ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും നമ്മുടെ ഡീസൽ എഞ്ചിൻ്റെ വർക്കിംഗ് പറയുന്ന ഫിഗർ ഇവിടെ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏകദേശം ഇതുപോലത്തെ ഫിഗർ വരച്ചാൽ മതി കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന ഒരു ഡയഗ്രാം, ഒരു ലൈൻ ഡയഗ്രാം പോലെ ഡയഗ്രാം വരച്ചാൽ മതി. ഡീസൽ എഞ്ചിനാകുമ്പോൾ എന്ത് ചെയ്യാൻ ഇതിന് ഇവിടെ ഫ്യൂൽ ഇഞ്ചക്ടറായിട്ട് കാണിക്കുക. പെട്രോൾ എഞ്ചിനാകുമ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ പകരം അത് സ്പാർക്ക് പ്ലഗ് ആയിരിക്കും. ഓക്കെ, ഇതുപോലത്തെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നോർമൽ ഡയഗ്രാം വരച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ തന്നെ പഠിച്ചാൽ മതി. ഈ ഡയഗ്രാം പഠിച്ചാൽ മതി. എന്ത് ചെയ്യുക, ഡയഗ്രത്തിൽ എന്ത് ചെയ്യുക, അങ്ങനെ ഓരോ പാർട്സ് മാർക്ക് ചെയ്യുക. ഇത് കണക്റ്റിംഗ് റോഡാണ്, ക്രാങ്കാണ്, പിസ്റ്റനാണ്, ഇത് സിലിണ്ടറാണ്, ഇത് ക്രാങ്ക് കേസാണ്. ഇവിടെ എഞ്ചിൻ ഓയിൽ ഉണ്ടായിരിക്കും. ഡീസൽ എഞ്ചിനാകുമ്പോൾ എന്ത് ഫ്യൂൽ ഇഞ്ചക്ടർ ആയിരിക്കും. ഇവിടെ ഇൻലെറ്റ് വാൾവ്, എക്സോസ്റ്റ് വാൾവ്. ഓക്കെ, ഈ ഒരു സിമ്പിൾ ഫിഗർ നിങ്ങൾ വരച്ചാൽ മതി. അതുപോലെ ഡീസൽ എഞ്ചിൻ്റെ വർക്കിംഗ് ഇവിടെ കൊടുത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. നമ്മൾ പഠിച്ച പോയിൻറ്റ്സ് ഒക്കെ തന്നെയാണ് നമ്മൾ ഓൾറെഡി ആനിമേഷൻ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഞാൻ വീണ്ടും ഓരോ പോയിൻറ്റ്സും വായിച്ചിന് പറയേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് അതിൻ്റെ അത്യാവശ്യം അതിൻ്റെ ഒരു ഡെപ്തിലൊരു നോളജ് കിട്ടിയിട്ടുണ്ടായിരിക്കും. നമുക്കിനി സമയം കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യാം, വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഓരോ സ്ട്രോക്കും സക്ഷനും കംപ്രഷനും അതുപോലെ എക്സ്പാൻഷൻ അല്ലെങ്കിൽ പവർ സ്റ്റോക്ക് ഉണ്ട്, ലാസ്റ്റ് എക്സോ സ്റ്റോക്ക് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ നിങ്ങളൊരു 2, 3, 4 ഒരു 4 പോയിൻറ്റ്സ് ഒക്കെ മാക്സിമം എഴുതിയാൽ മതിയാവും. ഇതുപോലെ 1 by 1 ആയിട്ട് പോയിൻറ്റ്സ് എഴുതുക. ഓരോ പോയിൻറ്റ്സും മനസ്സിലാക്കി എഴുതിയാൽ മതി. അതായത് അതിൻ്റെ വർക്കിംഗ് എന്താണെന്ന് നമ്മുടെ മനസ്സിൽ കിട്ടുമ്പോൾ നമുക്ക് ഈ ഒരു വായിച്ച ഓർമ്മ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു കറക്റ്റായിട്ട് 1 by 1 ആയിട്ട് നമുക്ക് പോയിൻറ്റ് കിട്ടും. അതായത് നമ്മളിതെല്ലാം അങ്ങനെ ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അതിന് കറക്റ്റ് അതിൻ്റെ ഒരു വർക്കിംഗ് ആനിമേഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കും എന്താ സംഭവിക്കുന്നത്. പിന്നെ എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞ കൂടി വെച്ച് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഓരോ പോയിൻറ്റ്സ് സ്വന്തമായി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് നിങ്ങൾ വെറുതെ ഒന്നും ഇങ്ങനെ വായിച്ചു നോക്കി പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ആ പോയിൻറ്റ്സ് ഇങ്ങനെ എഴുതാനുള്ള ഒരു ടെക്നിക്കൽ വേർഡ്സ് കിട്ടാൻ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സെക്ഷൻ, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ് സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ 4ാമത്തെ മൊഡ്യൂൾ നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യൻസ് നമ്മുടെ എഞ്ചിൻ്റെ വർക്കിങ്ങും അതുപോലെ തന്നെ എഞ്ചിനിൽ വരുന്ന പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞിട്ടുള്ള കംപ്രഷൻ റേഷ്യോ അല്ലെങ്കിൽ എഞ്ചിനിൽ വരുന്ന പാർട്സുകൾ, ഓരോ പാർട്സിൻ്റെ ഫങ്ഷൻസ് എന്താണ് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ 4ാമത്തെ മൊഡ്യൂളും ഇതോടുകൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതോടുകൂടി നമ്മുടെ 4 മൊഡ്യൂളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാം, എക്സാം നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.